കേശപ്പുതാളുടെ ഒപ്പം മേളപ്പദം കൊട്ടിന്ന് പറഞ്ഞു. ഒരു അത്ര ധാരാളം ഇല്ലാത്ത ആള്. അപ്പൊ കേശപ്പുതാള് കൊട്ടണതല്ലല്ലോ. അപ്പൊ അത് വല്ലാത്തൊരു അനുഭവം. അന്ന് ജീവിതത്തിൽ പേടിച്ചിട്ടുണ്ടെങ്കിൽ അന്നേ പേടിച്ചിട്ടുള്ളൂ. ചൊല്ലൂര് വന്നിട്ട് എങ്ങനെയാ പറഞ്ഞേ, ഗുരുവായൂർ ക്ലബിലല്ല നടക്കില്ല, ഒരു ഉത്സവം കളിക്കാം. അപ്പൊ കേശവേട്ടനുണ്ട്, അതെ ചൊല്ലൂര് വന്നിട്ട് ഇവിടെ ആയോ എന്ന് ഞാൻ ചെന്നു. എന്താണോ ചെന്നു. നെന്റെയും അല്ല കേശവേട്ടൻ്റെ ഒപ്പം തന്നെ മേളപ്പം പൊട്ടിക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. അയ്യോ കൃഷ്ണകുട്ടിയുടെ കൊച്ചപ്പെട്ട ചതിക്കല്ലേ, എന്താ നല്ലതല്ലടാ, അതൊരു ഗുണമല്ലേ എന്ന് വെച്ചാൽ എല്ലാക്കി അയ്യോക്ക് പേടിച്ചിട്ട് ചെയ്യാറുണ്ട്. അപ്പാണ് തുടങ്ങിയതാ അങ്ങോട്ട് മൂത്രമൊഴിക്കാൻ പോവുക, പിന്നെ ഇങ്ങോട്ട് വരിക. ഞാൻ എളുപ്പല്ലേ, പേടിയാണ് സത്യം പറഞ്ഞു. നമ്മൾ ജമ്മം കൂട്ടിയാൽ കൂട്ടില്ല. അങ്ങോട്ട് ഓടുക അങ്ങോട്ട് ഓടുക. അവസാനം കുറേ കഴിഞ്ഞാൽ താഴ്പോയി കഴിയുമ്പോൾ ദൈവം വരണോ ആകാൻ പാട്ടം കന്നെ ഇതായിട്ട് മുണ്ടം സൗകര്യമൊക്കെ ഞാൻ ഓടി ചെന്ന് കാലാ തൊട്ടു. എന്താടാന്ന് വെച്ചു. അല്ല ഒപ്പം മേളപ്പദം കൊട്ടണം പറയണ, എനിക്ക് പേടിച്ചിട്ട് എന്താ പേടിക്കാളൂ, നീയാണ് കൊട്ടിക്കോ, പിന്നെ ഞാൻ കൊട്ടിക്കോളാം പറഞ്ഞു. അപ്പോൾ എനിക്ക് വിശ്വാസമായില്ല. എന്തിനു പറയണു, ആ മൊബൈൽ തോർത്ത് നിന്നിട്ട് അങ്ങോട്ട് ആദ്യത്തെ ഉരുളുപോലെ ഉണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചേക്ക് എത്തണില്ലേ പോകുന്നു, അത് പേടി. രണ്ടാമത് നടാളല്ലേ ആ ഉരുളുപോലെ അങ്ങനെ പോണോടുകൂടി എനിക്ക് വറച്ചിട്ട് ഒപ്പം ചെയ്യണല്ലോ, എങ്ങനെയൊക്കെ ചെയ്ത് ഒപ്പിച്ചു. പക്ഷെ എനിക്ക് സുഖാ തോന്നി, ഭാഗ്യമായിട്ട് തോന്നി. അന്ന് സാധാരണ ഞാൻ ഞങ്ങളെ പഠിച്ച എണ്ണങ്ങളല്ല ഇവിടെ എണ്ണ അതാ എണ്ണാൻ കുട്ടി. ഓ അങ്ങനെ ഒരു തരുമ്പല്ലേ ഇത്ര വണ്ണത്തല്ല ഈ തരണതേ, നമ്മൾ ചെയ്യാൻ പറ്റുമോ? അപ്പൊ കണ്ണുകൊണ്ട് കാണിക്ക ചെയ്യടാ. ആ ഒരു ഉത്തേജനം തരൽ അതുണ്ടല്ലോ. മറ്റേ അപ്പുട്ടിയാശാനും നമ്പിശുട്ടിയാശാനും കുർപ്പാശാന്റെ കഥ പറയാല്ലോ, അറിയാലോ നിങ്ങൾക്ക്. ഞാൻ പറയണോ എന്താ കുർപ്പാശാന് കേമത്തച്ചട്ട. കുർപ്പാശാന് നമ്മുടെ കർണാട്ടിക് സംഗീതം മാത്രമല്ല അറിയുന്നത്, വെസ്റ്റ് എന്താ പറയാ ദർപ്പണയിലൊക്കെ പോയിട്ട് ഹിന്ദുസ്ഥാനി. അതെ, അതാണ് അത്ര. പിന്നെ പറവൂരൊക്കെ വെച്ചിട്ട് പറവൂരൊക്കെ കേശവട്ടിൻ്റെ കൂടെ അങ്ങനെ പോകാണ്ടവരൊക്കെ കൂടെ ഞാൻ പോകണ ആ ഭാഗ്യം തന്നെ ടക്കൊക്കെ കിട്ടിയിട്ടുള്ളതേ. ആ ഒരു കാലഘട്ടം വാസുവേട്ടൻ്റെ കളരി അങ്ങനെയൊക്കെ എനിക്ക് ഭാഗ്യം ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു എന്നുള്ള ഭാഗ്യമാണ്. എൻ്റെ ഗുരുനാഥന്മാരും എൻ്റെ അച്ഛൻ്റെയും ഗുരുനാഥന്മാരെ. അപ്പം അവിടെ വെച്ചിട്ടാണ് ഞാൻ ഈ കഥകളിയിൽ ഇതൊന്നും കേട്ടിട്ടില്ല, ശ്യാമരാഗമൊന്നും കേട്ടിട്ടില്ല, ജീവിതം എവിടെയും കേട്ടിട്ടില്ല. അന്ന് ആ ജീവലഭാഷയന്മാരുടെ ഗോപിയാശാന്റെ വേഷം. അപ്പൊ അതിലേക്ക് വരാം. ഇനി ഇപ്പൊ അതിനൊക്കെ ശേഷം ഇപ്പൊ ഗുരുവായൂർ അല്ലെങ്കിൽ ബാക്കി കുറെ അരങ്ങുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അതിലിപ്പോ ഈ ഏതൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കണ അല്ലെങ്കിൽ ഒരു ഓർക്കാൻ എന്നും ഇഷ്ടപ്പെടുന്ന അരങ്ങുകൾ ഉണ്ടാവില്ല. ഇപ്പൊ ഗോപിയാശാന്റെ വേഷത്തിനും കൂട്ടിയിട്ടുണ്ടാവും, രാമട്ടേശാന്റെ വേഷത്തിനും കൂട്ടിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളൂ. അല്ലെങ്കിൽ വേറെ പലരുടെയും വേഷത്തിന്. അപ്പൊ അത് വല്ലാത്തൊരു ഒരു കൃഷ്ണനാരാശന്റെ വേഷത്തിന് കൂട്ടിയിട്ടുണ്ട്. എനിക്കൊരു എന്തെങ്കിലും ഒരു ചെറിയ അനുഭവം ഈ പ്രേക്ഷകരായിട്ട് പങ്കുവയ്ക്കാൻ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താ അറിയോ, അതും ഗുരുവായൂരപ്പൻ എനിക്ക് തന്നിട്ടില്ല, വേറെ ഇതൊന്നല്ല. പത്മശ്രീ ആശാന്റെ വേഷം കൃഷ്ണ അങ്ങനെ ഒരു വേഷം ഇല്ല, അന്നത്തെ ആവശ്യം ഉണ്ടാവും. അങ്ങനെ ഒരു വേഷം ഇല്ല, കെട്ടണ്ട വേഷം കെട്ടാണ്ട് തന്നെ ആ വരുന്നത് ആരാ അതാണുള്ള വലിയ. പിന്നെ അതുപോലെ തന്നെ തെക്കോട്ടൊക്കെ പോയാൽ ആദ്യം ചോദിക്കുക എന്നാ കലാമണ്ഡലം ഉണ്ടോ, ഉണ്ടെന്ന് പറഞ്ഞാൽ തൃപ്തിയുള്ളൂ. അങ്ങനെയാണ്. അപ്പൊ അതുപോലെ തന്നെ ഈ കൃഷ്ണനാരാശന്റെ വേഷത്തിന് ഗുരുവായൂർ വെച്ചിട്ട് തന്നെയാണ്. അത് ഇവിടെ ചെണ്ടക്കാരുടെ ഒരു സമരം ഉണ്ട് ഒരു കാലത്ത്. ചെണ്ടക്കാരും പങ്കെടുക്കില്ല. അവരുടേക്ക് കോട്ടയ്ക്ക് നിന്ന് കുട്ടന്മാരനുസരിച്ച് കത്തയച്ചു. ഒരു കാർഡാ വന്ന് പിന്നെ ഗുരുവായൂർ ക്ലബ്ബിൽ എന്തൊക്കെ അച്ചുണീനെ എന്തൊക്കെ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് അത് എല്ലാവരും കൂടി സംഘടിപ്പിച്ചിട്ട് ആവണം. അതുകൊണ്ട് നീ അവർ വിളിച്ചാൽ അച്ചുണ്ണിയാശാനോട് മാപ്പ് പറഞ്ഞതിന്റെ ശേഷം അല്ലാണ്ട് ചെയ്യരുത് ഒരു കാർഡ് വന്നു. ഞാൻ ഈ കാർഡ് കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കഷ്ടത്തിലായി. എന്നാൽ ഞാൻ പോണില്ല വെച്ചിട്ട് അത് കല്യാണം കഴിഞ്ഞ് അവരുടെ വീട്ടിലാ താമസം. അന്ന് വെച്ചാൽ കുറച്ച് അപകടമാവണ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഞാൻ കല്യാണം ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീടിൻ്റെ ചെറിയ വീടല്ലേ, ഓലപ്പരയല്ലേ, അപ്പുറത്ത് ഒരു കാറ് വന്നിട്ടുണ്ട് റോട്ടിൽ. അവിടെ ആരൊക്കെയോ അങ്ങനെ വരുന്നുണ്ട്. വരുമ്പോൾ ഈ രാധനെ വിളിച്ച് തൊട്ട് വിളിക്കുന്നുണ്ട്. ആണൊരെണ്ണമൊന്നുമില്ല. ജോ നീക്കോ ആരൊക്കെയോ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കളി വിളിച്ചാണൊന്നു ഇങ്ങനെ മറത്തു നോക്കുമ്പോൾ കുമ്മണി മാഷും AC രാജിയും കുഞ്ഞന്നായരും. ഈ സമരത്തിന്റെ അന്ന് ഗോപിയാശാന്റെ 3-ാം ദിവസം അതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇവര് തീർന്നുണ്ടാവും. അപ്പോൾ ഇവര് എന്താ വേണ്ട വെച്ചല്ലേ, ആരായി വരുന്ന ആൾക്കാർ
എൻ്റെ ഈ കുടിലേക്ക്. അതിന് മുമ്പ് കേശവട്ടം വന്നിട്ടുണ്ട്, മറ്റേ കേശവട്ടം വന്നിട്ടുണ്ട്, നമ്പിശൂട്ടേശം വന്നിട്ടുണ്ട്, മണ്ണരസം വന്നിട്ടുണ്ട്, അച്ചുളാശനൊക്കെ വന്നിട്ട് കല്യാണത്തിൻ്റെ ശേഷം ഞാൻ വിളിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവര് വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് എനിക്ക് എന്താ പറയേണ്ടത് വെച്ചാൽ എന്നു വെച്ചാൽ കുറച്ചൊരു പദ്യമല്ല ഞാൻ. എന്താണാവോ അങ്ങനെയുണ്ടല്ലോ, ഇത്ര മഹാന്മാർ വന്നപ്പോൾ എന്താണാവോ വെച്ചാൽ ഒരു കാര്യം പറയാനാ വന്നു, രണ്ടിലൊന്ന് പറയണം എന്ന് പറഞ്ഞു. അയ്യോ ഇതെന്താ ഇപ്പം അങ്ങനെ വെച്ചാൽ അതേ ഗുരുവായൂർ ക്ലബിലേക്ക് ചണ്ടക്കാരൊന്നും വരില്ല, വരും എന്നുള്ള ഉദ്ദേശത്തിൽ പല ആൾക്കാരെയും നമ്മൾ ക്ഷണിച്ചു. ഓവിയുടെ 3-ാം ദിവസം വേഷമാണ്. അപ്പോൾ അത് നീ വന്ന് കൊട്ടണം. അയ്യോ മാഷേ എനിക്കൊരു ഇങ്ങനൊരു എഴുത്ത് വന്നിട്ടുണ്ടല്ലോ, ആ എഴുത്ത് അവിടെ തിണ്ടിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്, അതെടുത്ത് കാണിച്ചു കൊടുത്തു, വായിച്ചു. അപ്പം നീ ഇപ്പം അതിൽ സമരത്തിൽ നിൽക്കുകയാണോ എന്ന് വെച്ചു. അത് ഞാൻ മിണ്ടിയില്ല, ഞാൻ മിണ്ടാൻ പാടില്ല. എൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരെ നാളേക്ക് ആവശ്യമുള്ളവരല്ലേ ഞാൻ നാട്ടിലൊരു പിന്നെ അതും ആളില്ല പറഞ്ഞാൽ അല്ലേ ഞാൻ എൻ്റെ ഉത്തരവാദിത്തം. അങ്ങനെ ഞാൻ എന്താ ഉണ്ട് വെച്ചാൽ ഈ കാർഡ് വായിച്ച് ഇങ്ങനെ നിന്നിട്ട് നെഞ്ചിട്ടിപ്പോൾ കുഞ്ഞന്മാരാര് അല്ല കുഞ്ഞന്നായർ പറഞ്ഞു, കഴിഞ്ഞഅടുത്ത കുഞ്ഞന്നായർ വക്കീല ഗോപിയാശാനെ അടക്കം കേസ് കൊടുത്തിട്ടുള്ള ആളാണ്ടായിരുന്നെ. എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ആളാണ്. എവിടെ വെച്ച് കണ്ടാലും ഞാൻ എന്നോട് അല്ലെങ്കിൽ എൻ്റെ ചെണ്ടയോട് അല്ലെങ്കിൽ എൻ്റെ അച്ഛനോട് അല്ലെങ്കിൽ അവർ കണ്ടിട്ട് എന്താണ് ആശാസം ഒന്നും ചോദിക്കണ ഒരാളാണ്. എന്നോടൊരു വാക്കാ പറഞ്ഞു, ഇത് ചെയ്തില്ലെങ്കിൽ ഞങ്ങളെ അപമാനിച്ചിട്ടായിട്ടാണ് കണക്കാക്കൂട്ടോ, ഞങ്ങൾ കട്ടത്തില്ല കുഞ്ഞൊന്നായിട്ട് പറ്റുകയാണെങ്കിൽ രണ്ടേയും കൊണ്ടുകൊണ്ട് വന്നോളൂ കൊണ്ടുവരും. അവരാട് പോയി. ഞാനവളായിട്ട് ഇപ്പം അവിടെ ഇരുന്ന് എന്തായി ചുണാശാൻ്റെ ഗുരുനാഥൻ കത്തുകുട്ടമാരാശൻ അഴിച്ചിരിക്കുക. ഗുരുവായൂരുള്ള വല്ലാത്തൊരു നാളെ എനിക്ക് എന്തെങ്കിലും ആവശ്യം മാഷാണെങ്കിൽ എന്ത് ആവശ്യത്തിനാണ് ചെന്ന് പറഞ്ഞാലും പൈസ തരും. ആ ചണ്ടറ വട്ടത്തിന് ഞാൻ നാളെ നോക്കിയപ്പോൾ അതിനൊരു വിള്ളല് കണ്ടൂലുള്ള രാജ തലമന്തു എന്നാ അത് മാറ്റിക്കോ, ഒരു 500 റുപ്യ തരത്യം. അവിടെ ചെന്നറിയാം ഞാൻ അവിടെ ചെന്നാലേ അങ്ങനെ ഒരു പഹ കുഞ്ഞന്നായരാണെന്ന് വെച്ചാൽ കലർത്തി എന്നാൽ ഊണ് ഞാനൊക്കെ പോകാറുണ്ട് അവിടെ ഒരു വേണ്ട. പിന്നെ ഏശിയാഴ്ച പറയല്ലേ എന്തൊക്കെയാടാ അതവിടെ പായസം വെച്ചോണ്ട് തീർത്തുണ്ടോക്കാ വീട്ടിൽ അങ്ങനെ ഒരു മറ്റ് ഇങ്ങനെ എന്താ അവസാനം കൊട്ടാൻ എല്ലാവരും കൂടി ആലോചിച്ചു. ഇവരൊക്കെ ചോദിച്ചു അച്ഛനോടായിട്ട് കുറച്ചൊരു ഉടക്കി നിൽക്കുക പോയി ചോദിക്കാൻ. അച്ഛനും എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടും കൽപ്പിച്ച് നേരെ വീട്ടിലേക്ക് ചെന്നു. ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് അല്ലാണ്ട് എൻ്റെ സങ്കടം ആരോടാ അവിടെ ചെന്നു. അതൊക്കെ പറയണം എന്താ വേണ്ടതില്ല. മുഖരും കൊച്ചേരം പെരുങ്ങലായി. അച്ഛനുദാസാന ഗുരുനാഥനല്ലേ, എന്താച്ചാ തീരുമാനിച്ചോന്നാ നീ എന്താച്ചാ എന്ത് ചെയ്യും. തിരങ്ങളത്തമ്മ ഇവര് എല്ലാവരും എന്നെ വട്ടത്തിലാക്കിയാലും പറഞ്ഞു. ഞാൻ നിന്നിട്ട് ഇങ്ങനെ ഐസ എന്തായാലും ഞാൻ 2 വീട് കൽപ്പിച്ചു. ഒന്നുമില്ല പുറത്തായി. എന്തായാലും എൻ്റെ നാട്ടിലേക്ക് എൻ്റെ വേണ്ടിയിട്ടല്ലേ, എൻ്റെ ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ലേ, ഗുരുനാഥനോട് ക്ഷമ പറയാം. എന്നിട്ട് ഞാൻ ചണ്ടിയും കൊണ്ടാണ് ചെന്നവിടെ അപ്പോൾ ഈ കിരീടം വെക്കാനായിട്ട് കാത്തിക്ക വഴിക്ക്. ഇപ്പോൾ എൻ്റെ ഈ പരാക്രമം പേടിച്ചിട്ട് പോകണ്ടേ വെച്ചിട്ട് അവിടെ വിളക്കേക്കണ നേരമായി. ഗോപിയാശം തേപ്പൊക്കെ കഴിഞ്ഞ് പെട്ടിയുടെ മുകളിൽ അല്ല ഇതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് കിരീടം വെക്കാൻ കാത്തിക്കുക. ഞാൻ ചന്ദ്ര ഗോപിയാശാൻ്റെ അടുത്തേക്ക് ചേട്ടനൊക്കെ അച്ഛൻ്റെ അത്രയും ഇതാണ്. ഗോപിയാശം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അതാണ് കാര്യം. അപ്പോൾ ചെന്നിട്ട് ഞാൻ അങ്ങനെ നോക്കിയിരുന്നു എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാണ്ട് പേടിയുണ്ട് പറയണുണ്ട്. ഈ സാധനം ഒന്ന് ഇറക്കി വെക്കാൻ എന്തെങ്കിലും ചെയ്ത് തരും ആരെങ്കിലും. ഞാൻ അത് അറിഞ്ഞില്ല, അത് കാരണം വന്ന് എത്തിപ്പെട്ടതാ, എന്തെങ്കിലും ചെയ്യാൻ നീ ചെയ്യുമെന്ന് തന്നെയാ പറഞ്ഞു. എന്നെ സംശയിക്കില്ല. എന്നാൽ ഞാൻ കൊട്ടട്ടെ ചോദിച്ചു. ഒട്ടു വേണ്ടത് എനിക്ക് ചെയ്യുക വെച്ചാൽ അത് ചെയ്തോളൂ സത്യം ചോദിച്ചു. സംശയമൊന്നുമില്ല. കാലം കൈയൊക്കെ കഴിഞ്ഞോട് കൊട്ടി. ഞാൻ വെടുപ്പായിട്ട് കൊട്ടി. സത്യം പറയാൻ എൻ്റെ ഗുരുവായൂരപ്പനാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു പ്രാവശ്യം കലവളത്തിൽ ചെന്നു. അച്ചുളാശനോട് മിണ്ടിയില്ല. അപ്പോൾ ഞാൻ പിന്നാലെ പോയി മുണ്ടറില്ല കള്ളരി വരെ പോയി. ഞാൻ പറഞ്ഞു എനിക്ക് കരച്ചിൽ വന്നു. എല്ലാവരും കൂടി പേടിയായിട്ടപ്പോൾ ഞാൻ നാട്ടുകാരെല്ലാം ചിത്രം ഇങ്ങനെ വേണം ചെയ്തു. നീയൊക്കെ എന്തിനാടാ എന്നൊക്കെ ഞാൻ പഠിപ്പിച്ചില്ലേ. അയ്യോ അഭിമാനം നീ കളഞ്ഞില്ലേ സമയമാണിത്. എനിക്ക് പൈസ വേണ്ട ചെന്നോട് ഒന്ന് ചോദിക്കാറുന്നില്ലേ. ചുവാശം പറയാ ഞാൻ എന്ത് ചെയ്യൂൻ്റെ തിരുമേനിയെ കഷ്ടത്തിലായില്ലേ. എനിക്ക് എന്താ ബുദ്ധി ഞാൻ അവിടെ കയറിയിട്ട് കസാലമ്മ ഇരുന്നപ്പോൾ ഞാൻ വീണ അങ്ങോട്ട് നമസ്കരിച്ചു. ക്ഷമിക്കണേ എനിക്ക് ഒരു ഗതി ഞാൻ ചെയ്തു. അപ്പോൾ ഒന്നും പറഞ്ഞില്ല. എന്നാൽ ഞാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് പോവുകയും ചെയ്തു. അങ്ങനെ ഒരു അനുഭവം. പിന്നീട് അതൊരു പ്രശ്നത്തിലേക്ക് പിന്നെ എത്തിയില്ല. പിന്നെ കലവളത്തിൽ ചെന്നു. അപ്പോഴും എന്നോട് അദ്ദേഹത്തിന് ഒരു ഇത് ഉള്ളതുകൊണ്ട് ഒരു വിഷമല്ലേക്ക് അതിലേറെ വിഷമില്ല. പക്ഷെ എന്ത് ചെയ്യും. കുട്ടമാരാശാൻ പിന്നെ തൊഴാൻ വന്നപ്പോൾ
പരസ്യമായിട്ട് പറഞ്ഞു എന്നോട്, നീ ചെയ്യില്ല പറഞ്ഞു, ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് എന്നും പറഞ്ഞു. അപ്പൊ പിന്നെ രാമടേശാന്റെ വേഷത്തിനൊക്കെ ധാരാളം മുഴുവനൊന്നും പൊട്ടിയില്ലെങ്കിലും അവരെ പിന്നെ കുഞ്ചാരാശാന്റെ വേഷത്തിന് ഒട്ടും എനിക്ക് ചെയ്യാം. എല്ലാ ആശാമാരുടെയും ഒപ്പം നിന്ന് പ്രവർത്തിയെടുക്കാൻ പറ്റിയെടുക്കണം. ഗോപിയാശാന്റെ തന്നെയാണ്. ഗോപിയാശാന്റെ രൗദ്രഭീമനൊക്കെ ഞാൻ ഒന്നും പറയും, അങ്ങനെ ഒരു നരസിംഹ അല്ലെങ്കിൽ രൗദ്രഭീമൻ അങ്ങനെ ഒരു വേഷവും ഇല്ല. അതെന്താ വെച്ചാൽ അദ്ദേഹം പ്രവർത്തിച്ച് അവസരം കൊണ്ട് വെള്ളത്തോള് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് മെൻസെറ്റ് കളി ഉണ്ടാക്കിയെന്നാണ്. ആശാന്മാരുടെ കൂടെയുള്ള കുട്ടിയുടെ കുറെ അനുഭവങ്ങൾ ഇപ്പൊ പങ്കുവെച്ചല്ലോ. അതുപോലെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പൊ ഈ പാണി കൊട്ടലിനെ പറ്റി പറഞ്ഞല്ലോ, പാണിയിൽ അത് പാന അച്ഛൻ ഒരു വെളിച്ചപ്പാടായിരുന്നു, പാനയുടെ പ്രവൃത്തി ഉണ്ടായിരുന്ന ആളാണ്. അത് രാജേട്ടനൊപ്പം അതിൻ്റെ ഒപ്പം പ്രവൃത്തി എടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നേരത്തെ പറയണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ്, എന്താണ് ഈ പാനക്കൊട്ടിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ ചില വായ്ത്താരികൾ, അതുപോലെ അതിന് ഒരു പാനപ്പാട്ട്, അത് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ തരക്കേടില്ല. എന്താ വെച്ചാൽ അതൊരു പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഒരു സഹായകരവും. ഇപ്പൊക്കെ വളരെയധികം ഇല്ല എന്നല്ല ഞാൻ പറയണത്, ആ സാധനം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ട് അന്യം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ പറ്റി ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, അതിന്റെ പാട്ടിന്റെ ഒരു 2 വരി പാട്, അതിന്റെ മേളത്തിന്റെ വായ്ത്താരി എന്താണെന്നും അല്ലെങ്കിൽ ആ മേളത്തിന്റെ പ്രത്യേകത എന്താണ്, നമ്മുടെ ഈ കഥകളി മേളോ അല്ലെങ്കിൽ തായമ്പികയൊക്കെ ആയിട്ട് അതിന് വല്ല ബന്ധമുണ്ടോ എന്നുള്ള അങ്ങനെയുള്ള ഒരു സംഗതികൾ. അത് ഇപ്പോഴത്തെ ഒരു അന്യം നിൽക്കണ പോലെ, അന്യം നിന്നു എന്നല്ല ഞാൻ പറയണത്, എങ്കിലും അത് കാലം കൊണ്ട് അതിങ്ങനെ കുറഞ്ഞു വരണ ഒരു അനുഷ്ഠാന കലയാണ്. അപ്പൊ അതിനെ കുറിച്ചൊന്നും അറിയാൻ. അത് ഞങ്ങക്ക് ഈ പാന എന്ന് പറയണ മറ്റേ വൃശ്ചമാസം 1-ാം തീയതി പാന കൂറിടും. വെള്ളരി പൂജ എന്നൊരു മറ്റൊരു പേരുണ്ട്. ഈ പാന കൂറിട്ട് കഴിഞ്ഞാൽ ഒരു സാധാരണ പാനയാണ്. അപ്പൊ അത് എല്ലാ ദിവസവും ഇങ്ങനെ കൊട്ടിയാല് ചെണ്ട ചെരിച്ച് വെച്ചിട്ടാ വലന്തലി ഇടന്തലിയും കൂടിയിട്ടാണ്. അതിൽ വലന്തലയ്ക്കാ പ്രധാനം. വലന്തല ശബ്ദമാണ് കൂടുതൽ കേൾക്കേണ്ടത്, ഇടന്തല ശബ്ദമല്ല. അപ്പോൾ ഈ വലന്തലയിലാണ് അതിൻ്റെ പ്രയോഗം. അത് 32 അക്ഷരകാലത്തിൽ തുടങ്ങും. അതിന് കുട്ടുണ്ട്, അതിന് ആ വായ്ത്താരി അത് ചെറുതായിട്ട് താക്കത്തിമ്മി 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 ധീം താക്കത്തിമ്മി 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 ധീം താക്കത്തിമ്മി ദിക്ക് താക്ക 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 ധീം താക്കത്തിമ്മി, അങ്ങനെ കഴിഞ്ഞ ചെമ്പട 7 അങ്ങനെ എടുക്കുക. പിന്നെ അത് മുറുകിയിട്ട് 2ാമത്തെ കാലത്തിലേക്ക് വരും, 7 അക്ഷരത്തിലേക്ക് വരും. മറ്റത് 32 അക്ഷരത്തിലാണ് വരിക. ഇത് ഇതിലേക്ക് 2ാം കാലത്തിലേക്ക് വരുമ്പോൾ തക്കത്തിമ്മി 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 ധീം തക്ക തക്കത്തിമ്മി ധീം തക്ക തക്കത്തിമ്മി. ഈ ധീ എന്ന് പറയുന്നത് വലന്തലല്ല, താന്ന് തക്കത്തി എന്ന് പറയുന്നത് ഇടത്തെ കയ്യിലാണ്. അതങ്ങനെ മുറുകി. പിന്നെ അതിൻ്റെ വേറൊരു കാലത്തിലേക്ക് വരിക, വെറും ഇതിലേക്ക് 2 അക്ഷരത്തിൽ വരെ താക്കത്തിമ്മി താക്കത്തിമ്മി താക്കത്തിമ്മി, അങ്ങനെയാണ് മുറുകിയിട്ട് ആണ് കഴിയും. അത് 6 ഘട്ടം കഴിഞ്ഞാൽ പൂജ വേറെ ഭാഗത്തേക്ക് പോകും. ശരി. അപ്പൊ അത് വേറൊരു. പിന്നെ ഈ വെളിച്ചപ്പാടിന് ഈ കളമ്പാട്ടിനൊക്കെ ഉള്ള പോലെ ഈടും കൂറും അങ്ങനെ ഇതിലുണ്ട്. അത് അതിന് പിടിത്തിരി എന്നാ പറയാ. ഇത്ര നീളത്തിലുള്ള തിരി 9 എണ്ണം വെളിച്ചെണ്ണയിൽ മാത്രമേ ചെയ്യാൻ പാടും. എണ്ണ മറ്റുള്ള കടലെണ്ണ ഒന്നും ചെയ്യാൻ പാടില്ല. അത് ഈ 7 എണ്ണം ഒന്നിച്ച് അടക്കി കെട്ടിയിട്ട് പോളയില്ലേ, പോള, അത് ഇതുള്ള പോള പറ്റില്ല, ഇത് നീരുള്ള പോള പറ്റില്ല. അപ്പൊ ആ പോളേനെ വെയിലത്തിട്ട് ഉണക്കണം. ഉണക്കിയിട്ട് അതിലത്തെ നീരൊക്കെ വെറ്റിച്ചിട്ട് ആ പോള അതിനുള്ളിൽ വെച്ചിട്ട് കുരുത്തോലല്ലേ, കുരുത്തോല വാട്ടിയിട്ട് അതിങ്ങനെ കെട്ടി ഈ നീളം ഉണ്ടാവും. അത് ചില ഈ ചെറിയ തലപ്പിലേക്ക് 7, വേറെ തലപ്പിലേക്ക് 9, മെയ്യും തലപ്പിലേക്ക് 11 വരെ ആവാം. പക്ഷെ അച്ഛൻ്റെ കാലയപ്പിലേക്ക് 11 വണ്ണം കൂടിയിട്ട് നിർത്തി 9 ആക്കി. അപ്പൊ അതൊക്കെ എടുത്തിട്ട് അത് പിടിച്ചിട്ടാണ് ഈ പൂജക്കാരനാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ലങ്കാദഹനം കേരളയിലെ സംശയിക്കണ്ട. അതിന് പ്രത്യേക താളുണ്ട്, ഈ പറഞ്ഞ പോലെ താളം. ഞാൻ തക്കത്തിമ്മി 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 തീം തക്ക തക്കത്തിമ്മി തക്ക തക്കത്തിമ്മി തീം തക്കത്തി തക്കത്തിം തക്ക തക്ക തക്കത്തിം. അത് കഴിഞ്ഞില്ലേ, പിന്നെ തന്നെ തീം തക്ക ദീം തീം തക്ക, അങ്ങനെ പിന്നെ ദീം അങ്ങനെയാണ് മുറുകി. അത് കഴിഞ്ഞ് ഈ പൂജക്കാരൻ്റെ ഈ ആ ഒരു കൊട്ട തിങ്ക തിങ്ക തിന്തിക്ക തിങ്ക ആ ചാടത്തിന് കാലിനനുസരിച്ച് ചെയ്യണം. പൂജക്കാരനാണ് മെയിൻ കഥകളിക്ക് പോലെ ചെയ്താൽ ഇയാള് ഇതൊക്കെ ഈ പൂജക്കാരൻ മേലെ കൊച്ച വരച്ച് അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയാവും അവിടെ. അപ്പൊ അത് കഴിഞ്ഞാൽ വെളിച്ചപ്പാട് പോയിട്ട്
ഇദ്ദേഹത്തിന്റെ ഇത് പിടിച്ചു വാങ്ങുക പിടിത്തിരി എന്നാണ് പറയാം, പന്ത് വെച്ചെന്ന് പറയാം. അത് അദ്ദേഹത്തിന്റെ വാങ്ങുക ചെയ്യുക. അല്ല ഈ പൂജക്കാരൻ അച്ഛനാകുമ്പോ പ്രത്യേകിച്ച് അറിയാം. അവസാനമായി തുടങ്ങിയാൽ അങ്ങോട്ട് ചെല്ലും, എന്നിട്ട് ഈ കൈ പാനയുടെ മുകളിൽ ഇങ്ങനെ ഇതുപോലത്തെ നമ്മ പിടിപ്പിക്കും ഈ വെളിച്ചപ്പാടിന്. അപ്പൊ കയ്യില് ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ വളൊക്കെ പീഠത്തുനിന്ന് വെച്ചിട്ടുണ്ടാവും. ഈ കൈയോട് കൂടി ഇങ്ങനെ തുള്ളി 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 ചെന്നിട്ട് ഈ കൈയോടെ പിടിപ്പിക്കും, നിന്ന് വിറയ്ക്കുക. അപ്പൊ പിന്നെ ആൾക്കാരെ പിടിക്കാൻ വിടാണ്ടിരിക്കുക. പിന്നെ ഈ വെളിച്ചപ്പാടാണ്. അപ്പോഴേക്ക് കാലം ഒന്നും ഇങ്ങോട്ട് താത്തു. അപ്പൊ അച്ഛൻ അത് ചെയ്തായിരുന്നു എന്താ വെച്ചാൽ, അച്ഛൻ ഈ വൃതമൊക്കെ ഉള്ള താടിയൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഉടുത്തിരി അപ്പോഴേക്ക് ഇത്ര നീളൊക്കെ ഉണ്ടാവും, ഇങ്ങനെ വെക്കും, പട്ടയ വയ്ക്കും. ഒന്ന് അച്ഛന്റെ പ്രത്യേകത ഇങ്ങനെ. അതെല്ലാവരോടും ചോദിച്ചാലേ, ഞാൻ മാത്രം പറയണതല്ല. ഇങ്ങനെ വെച്ചിട്ട് പിന്നെ കണ്ണിങ്ങനെ പോയിണ്ടാവും. അതിങ്ങനെ ഒരു പ്രദർശനം വരുമ്പോഴേക്ക് ഏകദേശം ഒരു മണിക്കൂറുകൊണ്ടേ അതാവുള്ളൂ. ആ ഒരു പൊട്ടത്ത ഈ ഇതിങ്ങനെ ഭംഗ് ജ്വലിപ്പിക്കുക. കത്തിയൊക്കെ സ്വന്തം ചെയ്യും. ഭം ഭം ജ്വലിപ്പിച്ചിട്ട് ഈ ദിങ്ക വരുമ്പോഴേക്കും താടി ഇതൊക്കെ ഇത് കത്തിയിട്ട് ഇങ്ങനെ മണം വരും. ശരി, സത്യം നമ്മൾ പേടിച്ചു അങ്ങനെ 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 ഇതിങ്ങനെ നമുക്ക് തോന്നി. ഞാൻ കരഞ്ഞുണ്ട് ഈ കുട്ടി. നമ്മൾ എൻ്റെ അമ്മ വരുന്നില്ല, ഇപ്പൊ ചങ്ക് ഇപ്പൊ കത്തി കാണാൻ അമ്മ അങ്ങനെ ഇത് പിടിച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെ താട്ടി കഴിഞ്ഞാൽ മണക്ക് അമ്മ കാണില്ല, അച്ഛമ്മ കാണില്ല, അച്ഛൻ്റെ പെങ്ങന്മാര് കാണില്ല. അവർക്കൊന്നും ഇഷ്ടമല്ല, അവർക്ക് പേടിയാ. അപ്പൊ എന്നിട്ട് അച്ഛനോട് പ്രാവശ്യം അമ്മ ചോദിച്ചത് എന്തിനാ ഇതൊക്കെ ഈ മറ്റേ വെളിച്ചപ്പാട് ചെയ്യും, അത് ചെയ്യണം മണിയെ, പിന്നെ അല്ലെങ്കിൽ പിന്നെ എന്തിനാ അത് ചെയ്യണേ, അതോടുകൂടി പൂവച്ചപ്പോ പോട്ടെ, ഞാൻ എൻ്റെ തൊഴിൽ ചെയ്തും കൊണ്ടല്ലേ, അതേവരെ ചെയ്തിട്ടില്ലല്ലോ, എത്ര കാലമായി. അങ്ങനെ ഇതുകൊണ്ട് കഴിയുമ്പോഴേക്കും കൊണ്ണൊക്കെ മാറിയിട്ട് ഇതിങ്ങനെ ഉരയ്ക്കാൻ തുടങ്ങും. അതിനൊക്കെ ഈ താളം തന്നെ ഇങ്ങനെ ശരിക്ക്. അപ്പൊ അത് ഇങ്ങനെ വിശറപ്പൊക്കെ തട്ടുമ്പോ ഇങ്ങനെ കുറയും. അപ്പൊ അതിന് അച്ഛൻ്റെ ഇതിന് കൊട്ടാൻ ഞാൻ കൊട്ടും, ഞാൻ പാകത്തിന് ഇട്ട് കൊടുക്കും കാലം. അതിന്റെ മുമ്പ് ഈ എത്ര ചെണ്ട ഉണ്ടാവും? ഒരു 3-4 മതി കൊണ്ട് ഒരിടത്താളും ഉണ്ട്, ഒരു ചേങ്ങലുണ്ട്, അത്ര എൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ അതാണ് കഴിഞ്ഞാൽ ഈ മറ്റേ ഇത് കഴിഞ്ഞു, അത് വലിച്ചാണ്ട് തന്നെ മുഴുവൻ കിടണം, ഇത്ര ദിവസമൊക്കെ ആവും ഒരച്ചിട്ട്. അപ്പൊ ഈ അത് ഏകദേശം എത്ര സമയം ഉണ്ടാവും? 2-3-2.5 മണിക്കൂർ എങ്ങനെയാലും ഉണ്ട്. അതായത് കാക്ക കരണേന്റെ മുമ്പ് ഞങ്ങൾക്ക് ഇത് ഇറക്കണം, അതായത് കൂറ വലിക്കണം. കാക്ക നിലത്തിറങ്ങി കരഞ്ഞാൽ കൂറ വലിക്കാൻ പാടില്ല. അപ്പൊ അതിന്റെ മുമ്പ് കരയണം. അപ്പൊ ഏകദേശം ഒരു രാത്രി പാനാന്ന് പറയുന്നത്, പാതിരാപ്പാനാന്നും പറയും. അതാണ് അങ്ങനെയാ പറയാം. അത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മുമ്പ് ഈ ഇത് വെച്ചിട്ട് ഇതുണ്ട്, നൃത്തമുണ്ട്. അതിനെ ഇടത്തലയിൽ കൊട്ടും. അപ്പൊ കയറി ഞാനാ കൂട്ടുക. അപ്പൊ അച്ഛൻ ഞാനുണ്ടപ്പോ ഞാൻ കൂട്ടും. അപ്പൊ എന്നോട് ഇപ്പൊ നാളെ ഈ ഇടയ്ക്ക് ഈ എൻ്റെ ശേഷം കൈ പൊന്താൻ്റെ ശേഷം ഞാൻ പോവാറില്ല. അതിന് അവിടെ ചെന്നിരിക്കും ഇത് കാണാൻ. എനിക്ക് ഇപ്പൊ അച്ഛന്റെ കഴിഞ്ഞതിന്റെ ശേഷം വരുന്നില്ല. അത് ഇപ്പോഴും ഇവിടെ തിരുവനന്തപുരത്ത് ഇപ്പോഴും നടക്കും. പൊതുവെ അത് ഇപ്പൊ നടക്കുന്നുണ്ടോ ക്ഷേത്രങ്ങളിലൊക്കെ? ഇവിടെ തിരുവനന്തപുരത്ത് നാരളങ്കാരിയും കൊച്ചളങ്കാര നടക്കണമെങ്കിൽ ഞങ്ങൾ മാറ്റി വിട്ടതിന്റെ ശേഷം നടക്കുന്നുണ്ട്. അതൊരു വൃത്തിയാവില്ല. പാട്ടൊന്നും അനവധി എന്നൊന്നും പറയാൻ പറ്റില്ല അല്ലെ? ഈ ഞങ്ങളുടെ മാനവ പ്രത്യേകം തന്നെ. അത് വേറെ എവിടെയില്ല. കാരണം ചെമ്പ ചെമ്പട അടുന്ത പഞ്ച അങ്ങനെയുള്ള ആ കൊട്ടൊക്കെ ഉണ്ട്. അതിൽ നിന്ന് ഈ താളം ഉണ്ടായിട്ടുണ്ട്. അതാണ് എന്റെ താളസ്ഥിതി, അതാണ് എന്റെ ബേസ്. അത് മറ്റുള്ള കൊട്ടിനെ അങ്ങനെ ചെമ്പട അല്ല ചെമ്പ അടുന്ത പഞ്ചാരി ധ്രുവൊക്കെ ഉണ്ടതില് മർമ്മണ്ട്. ഞാന് കലാമണ്ഡലത്തിൽ ചെന്നപ്പോ ഓട്ടംതുള്ളൽ ഈ സാധനമുണ്ട്, കഥകളിയിലില്ല. കുംഭികളുടെ കുംഭതടങ്ങളിൽ അമ്പുകൾ 50 ലക്ഷം. തിരിച്ച് കുംഭികളുടെ കുംഭതടങ്ങളിൽ അമ്പുകൾ 50 ലക്ഷം. അത് നല്ലോണം സഹായകരായിട്ടുണ്ട് ഈ പാന കൊണ്ടെന്നാണല്ലോ ഞാൻ ബുദ്ധി വരണേ. അതിന്റെ ആവിർഭാവമല്ലേ തിരുവനന്തപുരത്തെ ഭൗതികം സ്വത്താ. ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും പോയി തൊഴും. എനിക്കിപ്പോ വയ്യാൻ്റെ ആയില്ലോ. അപ്പൊ എന്നോട് അവിടെ നിന്ന് പറയും, സാറില്ലേ നല്ല കാലത്ത് വെട്ടുമായിട്ട് ചെയ്തിട്ടില്ലേ. ഇപ്പോഴും എനിക്ക് പാന ഞാൻ പാട്ട് സംഭവം പാട്ട് എന്ന് പറഞ്ഞാൽ 2-3 സൈസിൽ പറപ്പാട്ടുണ്ടല്ലോ. അത് 5 പറ വെച്ചാൽ വിസ്തരിച്ച് പാട്ട്. അത് കുചേലവൃത്തം പാടാം, സന്താനവാലം പാടാം, സൂതരാരണം പാടാം. അപ്പൊ അത് ആദ്യം പറപ്പാട്ട് പാടാം, പിന്നെ പാനപ്പാട്ട് പാടാം. പറപ്പാട്ട് എന്ന് പറയുന്നത് ഈ ആദ്യത്തെ കൊട്ടൊക്കെ കഴിഞ്ഞ് വെളിച്ചപ്പാട് പൂവൊക്കെ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ചെറിയ ഇതൊക്കെ കഴിഞ്ഞിട്ട് നൃത്തം ഞങ്ങൾക്ക് അവസാനം.
അടി പാട്ടിന് ഇരിക്കുകയാണ്. അപ്പൊ മെയിൻ ആള് അതിനെ പാന മൂപ്പരെ പാടുക. കുജാലർത്തം പാടാ ഏതാ ഒരു വരി കിട്ടണിലേക്ക് ഓർമ്മ വരുന്നില്ല. ഉണ്ണീ കരുണ നീ കന്യമാരൂടെ അങ്ങനെ അതിന് മുറുകും. അങ്ങനെ അങ്ങനെ പോകും. ഞങ്ങളുടെ ഈ നാട്ടിലെ ഈ പറ വരികയെന്നുണ്ട് ഇപ്പൊ ഈ ക്ഷേത്രം കാവുകളിൽ നിന്നൊക്കെ. അതിന് ഈ അവസാനം ഇപ്പൊ ഈ കൊട്ടൽ കഴിഞ്ഞ് ഈ കലി ഇറങ്ങണതിന് തൊട്ട് മുമ്പായിട്ട് ഇരുന്നിട്ട് അപ്പൊ ഈ സന്താനോപാലൊക്കെ പാടി ഞാൻ കേട്ടിട്ടുണ്ട്. കണ്ണാനുണ്ണി കരുണാ ജല എന്താണ് ചെയ്തിട്ടുണ്ട്. കുചേലവൃത്തം അങ്ങനെ ഞാൻ കേട്ടിട്ടില്ലേ. സന്താനോപാലാണ് ഞാൻ അവിടെ വരുമ്പോ ഇങ്ങനെ എനിക്ക് അങ്ങോട്ട് അങ്ങോട്ട് മുഴുവൻ അറിഞ്ഞൂടാ. അത് നമ്മളെ മറ്റേ വരി പാടുന്ന ശരിയല്ലോ. ഈ ഇത് അതുമല്ല അതിൽ ഈ ഇന്ദ്രനഗ്നീയമൻ എന്ന കല്യാണത്തിന് പോണ ഒരു ഭാഗമുണ്ട്. സുന്ദരി നിന്റെ സൗന്ദര്യം കേട്ടിട്ട് ഇന്ദ്രൻ കാമവരവശനായല്ലോ അഗ്നിദേവനും നിന്റെ ഗുണങ്ങളാൽ നഗ്നനായി ചാവഞ്ഞു മനോഹരി നാൽവരുണ്ടിവരാഗ്രഹിച്ചിടുന്നു വീണാലോചനെ നിന്നെ പുണരുവാൻ. ഇനി ആരുടെ പറഞ്ഞുടങ്ങി ഞാൻ. അങ്ങനെ ഒരു പാനപ്പാട്ട പറപ്പാട്ടപ്പായി പാനപ്പാട്ട അങ്ങനെയല്ല. ഞാൻ വരി കിട്ടുന്നിലേക്ക് അതിരുമൂ പാം തോഴൂ അഴകോ ഓടേരീരു വെങ്കീടം ഗാവീരം മേ തോഴൂ അപ്പൊ അവിടെ വിളിച്ച് അന്നം പാദം തിലതോ കൈ തൊഴും നീൻ തറ്റത്തിലിരുന്നു തന്നെ കൂട്ടിത്തൊഴുതവൾ തുമ്പിക്കൊമ്പനെ കാതിൽ അണിഞ്ഞും കൊണ്ടങ്ങിനെ ശോഭിക്കും വളഞ്ഞവൾ തിരു കൈ കൊണ്ടിളക്കി അഴകോടെ തിരുവെങ്കിട കാവിലമ്മ തൊഴുന്നേൻ. സന്തോഷം. അതായത് എന്താ അറിയോ, പ്രേക്ഷകർക്കും എല്ലാത്തിനും കാതിലോലിട്ടവൾ എഴുതി വെച്ചിട്ടുണ്ട്, ഓർമ്മയിൽ കിട്ടില്ല. തിരങ്കിടങ്കാവിൽ വാഴുമമ്പികേ. അപ്പൊ അവിടെ അയ്യോ അയ്യോ കറക്റ്റാ. അപ്പൊ ശരിക്കും ഒരു അടിസ്ഥാനമായിട്ട് പഠിക്കാനാണത്. എന്റെ മകൻ ചെയ്യേ ഈ പൂജ പോനാ ചെയ്യണേ. എന്റെ മകനാ, മൂത്ത മകനാ, നാരായണകര തരത്തേക്ക് അവര് മൂപ്പരാ പൂജ മച്ചു പൂജ ചെയ്യും, കരികുട്ടി പൂജ ചെയ്യും, അത്യാവശ്യം പ്രതിഷ്ഠകൾ ആൾക്ക് കള്ളും ചേരാനും ചിലപ്പോ ഇവിടെ വരിയിരിക്കും തോന്നുന്നു. അപ്പൊ ഇനി അടുത്തൊരു ഇതിൽ ചോദിക്കാൻ ഇങ്ങനെ തോന്നിയത് എന്താ അറിയോ, ഇപ്പൊ ഈ കുറെ കാലത്ത് നല്ല ഇപ്പൊ ഒരു 10-30 കൊല്ലായിട്ടേ വാദ്യരംഗത്ത് കഥകളി മേളത്തിലായാലും തായമ്പകയിലായാലും എന്തിലായാലും വളരെ മാറ്റങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും അത് ഏത് നിലയ്ക്കാ രാജേട്ടന് അനുഭവപ്പെട്ടേക്കണേ? എനിക്ക് ഇപ്പോഴത്തെ തായമ്പകയിൽ ഒരു ഇതുമില്ല. എന്താ ആസ്വദിക്കാനുള്ളത്? എല്ലാം ആസ്വദിക്കാണ്ടോ? തായമ്പക ഡം ഡം എന്നാണ് തുടങ്ങും. പിന്നെ എന്താ ചെയ്യണം? പ്രത്യേകിച്ച് ഞാൻ പറയാൻ പാടും കിസില്ല. കേമന്മാരൊക്കെ തന്നെയാണ്.
തായമ്പയ്ക്ക് ഒരു സംഗീത ശൈലിയില്ലേ. ഇപ്പൊ വാതാവി ഗണപതി ഒരു സംഗീത കച്ചേരിയാണ് ശരിക്കതേ. ചെണ്ടയമ്മൽ കച്ചേരി അവതരിപ്പിക്കണു. ഇപ്പൊ അതുണ്ടോ? ചട്ടായ പട്ടായ കക്കട്ടായ പട്ടായ വെച്ചിട്ട് എനിക്കൊരു ആസ്വാദനം ഇപ്പോഴത്തെ തായമ്പയെ കുറിച്ച് പറയാനില്ല. പക്ഷെ താളവ്യവസ്ഥ കാണിക്കണോ പിന്നെ താളജ്ഞാനം കാണിക്കണോ ഇവര് എനിക്ക് ഒരു എന്താണെന്ന് മനസ്സിലാവാറില്ല. ഇപ്പൊ ബലരാമേട്ടൻ തായമ്പ് കിട്ടാ എനിക്ക് അല്ല അങ്ങനെ ഞങ്ങളുടെ ഒരു ഏട്ടൻ എന്നുള്ള നിലയ്ക്ക് പറയാം. അതുപോലെ അങ്ങനെയുള്ള നമുക്ക് എന്താന്ന് മനസ്സിലാവും ഏത് ഭാഗമൊക്കെ ചെയ്യണം. ഹരിദാസൻ വേണ്ട, ഏറ്റവും ഇഷ്ടമുള്ള തായമ്പയെ മട്ടന്നൂർ. എന്താ ഒരു തായമ്പ നമുക്കൊരു വിഭവ സമൃദ്ധമായ പാലടയാണ്. എന്താ വെച്ചാൽ കൂട്ടി ഊണ് കഴിച്ചൊരു ചായ. നേരെ മറിച്ച് മറ്റാളുടെ കേൾക്കുന്നു കേൾക്കാം, കുറ്റം പറയാൻ തോന്നരുതിരിക്കലും. എന്താ വെച്ചാൽ അവസാനം ഉണ്ടാക്കാത്ത ഗീക്കാന്ന് കൂട്ടും നന്നോ. അത് ചെയ്യാ വെച്ചാൽ തിശ്രല്ല മിശ്രല്ല ചതുരശ്രല്ല ഗംഗീർണല്ല, ഇതിനൊരു വ്യവസ്ഥയില്ലേ ഇല്ലേ? കളിക്കോട്ട അത്ര തന്നെ മോശമായിട്ടില്ല, വലിയ കുഴപ്പമില്ല. വേഷങ്ങളും കാട്ടിക്കൂട്ടിലൊക്കെ കുറവാ. അഭ്യാസ കാലം ഇല്ലാണ്ട് തുടങ്ങി. അഭ്യാസമൊക്കെ വേറെ ചില ഇപ്പൊ ഇനിയിപ്പോ ഒന്നും പറയല. കലാവണ്ടത്തിൽ ഇറച്ചി മീനും ഈ 2 പങ്കും കൂടിയും കൊടുത്താൽ ഒന്നും പറയല. കഴിഞ്ഞു ക്ലാസിക്. ഇതിങ്ങനെ നശിച്ചു പോണൂലോ ഭഗവാനെ. അങ്ങനെ വെച്ചാൽ ഇത് നിലനിർത്തണ്ടാണ്. ഒരു ഭരതനാട്യക്കാരുത്തി ഞാൻ കുറ്റം പറയല്ല, അല്ല അവിടെ അതിൻ്റെ വേണ്ടത്. മഹാനായ ഗോപിയാശാൻ, മഹാരഥനായ ഗോപിയാശാൻ, മഹാരഥിയായ അല്ലെങ്കിൽ അതിൻ്റെതായ സേമാവ് ടീച്ചർ, ഇങ്ങനെ മുട്ടുക്കത്തിയോടുണ്ട് നമുക്ക് കലാമണ്ഡലത്തിലേക്ക്. അവരൊക്കെ കൂടി ഉണ്ടാക്കി തീർത്തല്ലേ ഇത്. ഇത് അന്യദേശത്തിൽ നിന്ന് അങ്ങാനും വന്നവരെന്ന് തോന്നിന്ന് പറയണില്ലേ? ആരോ നീ നിന്റെ പേരെന്തൂ ചൊല്ലേണം ല്ലേ? അന്യ ദേശത്തിനങ്ങാനും വന്നവല്ലേ? ചെല്ലും എനിക്ക് പ്രാന്തായിട്ട് തമാശ അല്ല, എന്ത് വൃത്തിയേടായി കാണിക്കണം. അപ്പോ രാജേട്ടാ ഒരു ചോദ്യം. ഈ ഇപ്പോ ഇത്രയും കാലത്തൊരു വാദ്യ ലോകത്തൊരു പരിചയവും ഗുരുസ്ഥാനീയനായിട്ടൊരാളും ഒക്കെയാണല്ലോ അങ്ങ്. അപ്പൊ എന്താണ് ഇപ്പൊ ഈ ഒരു പുതിയ തലമുറയ്ക്ക് ഇപ്പോൾ അങ്ങക്ക് ഇപ്പൊ കഥകളി മേളായാലും വേഷമായാലും പാട്ടായാലും ഒക്കെ അങ്ങ് എന്താ പറയുക കേട്ട് ശീലിച്ചിട്ടും പ്രവൃത്തിയെടുത്ത മേഖലയൊക്കെ ആണല്ലോ കൊട്ടിൻ്റെ കാര്യത്തിലൊക്കെ ആണെന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് അവർക്ക് കൊടുക്കാനുള്ളൊരു സന്ദേശം? എണ്ണത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക പശ്ചാത്തലം ഉണ്ടാക്കുക, അല്ലെങ്കിൽ മുദ്രയ്ക്ക് കൂടുക എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ ഇതിൽ. അങ്ങനെ എന്താണ് അവർക്ക് കൊടുക്കാനുള്ളൊരു സന്ദേശം? എന്താണ് ഈ മേളക്കാർക്കായാലും എന്താ വേഷക്കാർക്കായാലും പാട്ടുകാർക്കായാലും ആർക്കായാലും കൊടുക്കാനുള്ളൊരു സന്ദേശം എന്താണ്? അങ്ങനെ കുറേ കാലത്തൊരു പരിചയം അല്ലെങ്കിൽ പ്രവൃത്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പ്രവൃത്തിയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണല്ലോ. പരിചയത്തിൻ്റെ അല്ലെങ്കിൽ അനുഭവങ്ങൾ അനവധിയുള്ള ഒരാളാണ്. അപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ അത് എന്താണ് അവർക്ക് കൊടുക്കാനുള്ളൊരു? ഇപ്പോഴത്തെ ഇതിൽ ഒരു അടച്ച് കുറ്റം പറയേണ്ട കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഒരുമാതിരിക്ക് ഉണ്ട് വെച്ചാലും കാലപ്രമാണങ്ങൾ ഇത് പഠിച്ചിട്ട് ഇത് എന്താണ് ചെയ്യണേ, എങ്ങനെയാണ് ഇതിനെ നിലനിർത്തി കൊണ്ടുപോകേണ്ടത്, നാളേക്ക് നമുക്ക് ഇത് ആവശ്യമുള്ളതൊരു കാര്യമാണ് എന്നുള്ളൊരു ബോധക്കുറവ് ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഉണ്ടോ സംശയമുണ്ട്. ഒരു പോരായ തോന്നുന്നുണ്ടോ സംശയമുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ കാര്യമായിട്ട് പറയില്ല, ഞങ്ങളുടെ ഒരു കാലഘട്ടം കഴിഞ്ഞു നമുക്ക് ചെയ്യാനും പറ്റില്ല, ചെയ്യാണ്ട് ജയിച്ചാലും ഒരു രുചിക്കുറവ് മുദ്രയ്ക്ക് കൊട്ടാനുള്ള മിടുക്കന്മാരുണ്ട്. ഇപ്പൊ കലാമണ്ഡലത്തിലൊക്കെ സംബന്ധിച്ചിടത്തോളം കോട്ടയ്ക്കിലൊക്കെ സംബന്ധിച്ചിടത്തോളം മിടുക്കന്മാരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ നമുക്ക് എന്തോ ഒരു കുറവ് പോലെ അങ്ങനെ തോന്നും. ഇപ്പൊ പണ്ടത്തെ ഒരു സ്വർഗ്ഗവർണ്ണ ഞാൻ പറയേ, സ്വർഗ്ഗവർണ്ണനയായാലും ഗർജനമായാലും അതായാലും പാട്ടായാലും ചിലതൊന്നും അക്ഷരം മനസ്സിലാവുന്നില്ല. പിന്നെ വേണ്ടാത്ത സ്ഥലത്തൊക്കെ മൃഗ കൊണ്ടുവച്ചിട്ട് മറ്റേ സംഗീതത്തിനെ ഭ്രമിച്ചിട്ട് വേണ്ട. ഇത് ഭാവസംഗീതമാണ്, ഇത് അഭിനയ സംഗീതം. ആ മുമ്പിൽ നിൽക്കണ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കണേ. അതിന്റെ കാലപ്രമാണം, അതിന്റെ ആ സന്ദർഭങ്ങള്, അതിന്റെ വരികള്, അതിന്റെ മുദ്രകള്, ഇതൊക്കെ ഒന്നും കൂടി ഈ ഇതിലേക്ക് വരികയായിട്ടാണ് ചെയ്യാറ്. അഭിനയ സംഗീതമാണ് എന്നുള്ളൊരു ബോധണ്ടായിട്ട് പാട്ടുകാരൻ പാടുക. അതേപോലെ തന്നെ അഭിനയം വെച്ചിട്ട് മറ്റുള്ളവരും വേഷത്തിന് വേണ്ടി പാടുകയാണ് തോന്നിക്കാം, അല്ലെങ്കിൽ പാട്ടിന് വേണ്ടി എല്ലാ വേഷം. പറയട്ടെ, ഒരു എക്സാമ്പിൾ പറയാം. അന്നത്തെ ജനകദർശനമൊക്കെ ആ കാലത്ത് രാമദേശം ചെയ്തോ അല്ലെങ്കിൽ ചെയ്യപ്പോ പറ്റും സാധിക്കില്ല. അങ്ങനെ BS ഉള്ളവരില്ല എന്നൊക്കെ തോന്നണം, ചെയ്യാൻ ഉദ്ദേശമില്ല. അങ്ങനെ കഴിഞ്ഞു ഇല്ലേ? ഓരോന്നും എടുത്തോളും. മോഹിനിയാട്ടം എടുക്കാം, കൂടിയാട്ടം എടുക്കാം,
കേമായിട്ട് ഇങ്ങനെ പറയാൻ പത്രക്കാർ എഴുതാനും പറയാനൊക്കെ ഉണ്ട് നല്ലതാണ്. അങ്ങനെ പോരാ, ഇത് നശിച്ചു പോകരുത്. ഇതിന് എത്ര മാത്രം കൊഴുപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്ര മാത്രം കാതിലുണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നമുക്കായിട്ട് വേണ്ടത്. വെറും ശമ്പളം കിട്ടാനും കാശ് കിട്ടാനും കാശ് പറയൽ മാത്രമാണോ? അധ്വാനത്തിന്റെ ഫലം കൊണ്ടേ അതുണ്ടാവൂ. എന്താണ് ബുധദാസന്റെ ഒരു ഇതിൽ എഴുതിയിട്ടുണ്ട്, എന്താണ് ത്യാഗമെന്നതേ നേട്ടം, വെള്ളത്തോള ത്യാഗമെന്നതേ നേട്ടം, താഴ്മതാൻ അഭ്യുന്നതി, അല്ലേ? ഇത് രണ്ടും പ്രവർത്തിക്കാനുള്ള ശക്തി തരണമെങ്കിൽ വരുമ്പോ പ്രതിഫലം പിന്നീടല്ലേ. അത് സത്യമാണെങ്കിൽ അതിന് ആ പ്രതിഫലം കിട്ടിയിരിക്കും. അതിന്റെ ഒരു ഉദാഹരണമൊക്കെ തന്നെയാണ്. എനിക്കൊരു ജോലി കിട്ടാനും പട്ടിണിയിലുണ്ട്, അല്ലെങ്കിൽ ഞാൻ നായരാണ്, ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഈ ചണ്ടി കൊണ്ട് ചെല്ലാൻ പറ്റുമോ? പിന്നെ നിത്യ ദുഃഖാത്. അത് ഒരു ചോദ്യം പോയതാ. ഈ ഗുരുവായൂർ ഇപ്പൊ അങ്ങ് പുറത്ത് കുറെ മേളങ്ങൾ കൊട്ടിയിട്ടുണ്ട്, തായമ്പകൾ കൊട്ടിയിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. ഗുരുവായൂർ അമ്പലത്തിന്റെ ഉള്ളില് കൊട്ടാൻ സാധിച്ചിട്ടില്ല, സാധിക്കൂല. ഈ ഒരു 3 വിഷയത്തിന് മാത്രമേ ഉള്ളൂ. കൊമ്പാവാം, കുഴലാവാം, താളാവാം, തകിലാവാം, നാഗസ്വരാവാം. ഇപ്പതാ ഇതൊക്കെ മാറി തുടങ്ങി. എപ്പോഴും ചെണ്ടയ്ക്കും തിമിലിക്കും ഇടയ്ക്കും വയ്യ പാടില്ല. ഗുരുവായൂർ ദിവസത്തില് വാദ്യകലാക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വാദ്യകലാനിലയത്തിൽ ഒക്കെ ഇതിന്റെ ആൾക്കാരാണ്. കലാമണ്ഡലത്ത് വിളിച്ച രതീഷാണ് ചെണ്ട, ജ്യോതിദാസാണ് അഷ്ടപതി, അങ്ങനെയുള്ള ഓരോരുത്തർ, അനന്തകൃഷ്ണന്റെ മദ്ദളം, ഇങ്ങനെ ഇതൊക്കെ ഉണ്ട്. നാഗസ്വരക്കാരൻ പ്രിൻസിപ്പളാണ്, അയാൾക്ക് അതിൻ്റെ ഉള്ളാവാം. എന്ത് പഴച്ചു ഈ വാദ്യങ്ങള്! ഇത്രക്ക് വിവേചനത്തിന് ആവശ്യമുണ്ടോ? മറ്റൊരു സ്ഥലത്ത് നിന്ന് പറഞ്ഞവര് നായരാണോ അല്ലെങ്കിൽ നമ്പൂരിയാണോ മാരാരാണോ? അത് ഒരു കാലത്ത് വലിയ പ്രശ്നം ഉണ്ടായില്ലേ, വെള്ളിത്തിരുത്തി എന്താ തിമല അദ്ദേഹം കൊട്ടാൻ വലിയ പ്രശ്നമൊക്കെ ആയില്ലേ ഇവിടെ. എന്നിട്ടാണ് ഭഗവതി അമ്പലത്തിലേക്ക് മാറ്റിയത്. പിന്നീട് അവര് അത് ആ സ്വാമി എഴുതിയത് ബഹുമാന സ്വാമി, അദ്ദേഹമൊക്കെ ലാത്തി ചാർജ് വരണ്ടായി. ഞങ്ങളൊക്കെ പോയിരുന്ന ലാത്തി ചാർജ് ഗേറ്റിലേക്ക്, സത്രം ഗേറ്റിലേക്ക് വന്നപ്പോഴാണ് ഞങ്ങളൊക്കെ ഓടിയത്. അടിയുള്ള ആളെ ഭാഗ്യം ശിവരാം പറഞ്ഞു, എടോ കുട്ടാ ഓടിക്കോളാ അവിടെ ഇവിടെയൊക്കെ പോട്ടോ, പോലീസ് ലാത്തി ചാർജ് തുടങ്ങി. അങ്ങനെ കടന്നപ്പോഴേ എന്നിട്ടാണ് തൽക്കാലം അതൊക്കെ പിന്നീട് ആക്കിയിട്ട് ഭഗവതി അമ്പലത്തിലേക്ക് ഒരു സീറ്റ് കൊടുത്ത്. അവിടെയും നായന്മാരൊക്കെ ഇല്ല കേട്ടോ. അപ്പൊ അതിന്റെ ഒരു വിഷമുണ്ടോ? എനിക്ക് കൊട്ടാനല്ല, എനിക്ക് കൊട്ടാനും പറ്റില്ല, ഞാൻ കൊട്ടാനിട്ട് ആഗ്രഹിക്കുന്നില്ല. എനിക്ക് കൊട്ടാൻ ഭഗവാൻ എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ, നീ ഇടത്താളെ കൊട്ടിയെ കുറച്ചാലും. അതുകൊണ്ടല്ല അത് കിട്ടിയേ. അപ്പൊ ഞാൻ അതിന് ഇത്ര വൃത്തനാണ്. ഇനി വരുന്നൊരു തലമുറക്ക് ഇത് ബാക്കിയൊക്കെ മിൽമയുടെ പാല് പായസം വെക്കാം, നസറാന് ഇതാക്കിയ അല്ലെങ്കിൽ ഇതാക്കിയിട്ടുള്ള വെളിച്ചെണ്ണ ഇത് വെക്കാം, ചക്ക ആട്ടിയിട്ടുള്ള ഇത് വെക്കാം. ഇതൊക്കെ ആവാച്ചാൽ ഇപ്പൊ ഇടത്താളത്തിനൊക്കെ നമ്മുടെ കലാമണ്ഡലത്തിൽ പഠിച്ചൊരു പയ്യനാ. പിന്നെ ഈ ചെണ്ടയ്ക്കും മദ്ദളത്തിന് ഈ തിമിലയ്ക്കും എന്താ ചന്ദ്രൻ മോശം. ആ ചന്ദ്രനെ കൊട്ടിക്കാൻ വേണ്ടി ഇപ്പൊ നമ്മുടെ ദേവസ്വം മന്ത്രി നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് നല്ലൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു അതനുസരിച്ച് എന്റെ കയ്യിൽ ഫോട്ടോ ഒക്കെ ഉണ്ട്. വിശുമുട്ടേശാന് ഞാൻ എന്റെ ഫോട്ടോ ഉണ്ട് അദ്ദേഹത്തിന്റെ. അച്ഛൻ ഞാൻ ഇപ്പൊ അഹങ്കാരം ഒന്നും ആക്കുന്നില്ല, ഞാനൊരു കാര്യം ചെന്ന് പറയാറുമില്ല. അപ്പൊ അദ്ദേഹമൊക്കെ മെനക്കെട്ടിട്ട് ചന്ദ്രനെ കൊട്ടിക്കാനായി പുറപ്പെട്ടു. തനിക്ക് തന്നെ ഇത്ര കാലത്ത് ഇടയ്ക്കില്ലാത്തൊരു സംഭവമാണ്. എനിക്ക് 73 വയസ്സായി. ഇതേവരെ ദേവസ്വം താല്പര്യം പുറത്ത് എഴുന്നള്ളിച്ചിട്ടില്ല. ശരി, വല്ലാത്ത. അപ്പൊ ഞാനിങ്ങനെ ചെന്നപ്പോ ഒരാളെന്നോട് ചോദിച്ചു, ഒരു ലേഖനം നിങ്ങളുടെ ബാത്റൂമിന്റെ ലേഖനം ഇതാ രാജേട്ടാ അഭിപ്രായം ചോദിച്ചു. ഒരു അഭിപ്രായമില്ല, ഭഗവതി തീണ്ടാരിയായിട്ട് എനിക്ക് അത് കാരണം പുറത്തേക്ക് ആക്കിയതാ പറഞ്ഞു. സത്യക്കതേ പറയാൻ തോന്നിയത്. ഭഗവതി തീണ്ടാരിയായിട്ട് പുറത്തേക്ക് വന്നു, അത് കാരണം അകത്തേക്ക് കൂട്ടിട്ടില്ല. എന്താ ചന്ദ്രന്റെ കൂട്ടിന് കുഴപ്പം? അന്നമാരുടെ ഇതിൽ പെട്ട ആളാവായി ചന്ദ്രൻ. അവന്റെ അനിയന്മാരും അവരാ കുടുംബം മുഴുവൻ മുടുക്കന്മാരാ. അച്ഛല്ലേ അത് ഈ തൊപ്പിമത്തളം എന്ത് വായിക്കണേലും മുടി കൊടുക്കാനാ. അംബേദ്കർ അവാർഡൊക്കെ മേടിച്ചവരാ അവര്. എന്ത് പഴച്ചു, എന്താ അവർക്ക് വയ്യേ? ഇത് ഈ വരണവരൊക്കെ മാരാരാണോ? കുഞ്ഞ അവിടെയുള്ള മാരാമാർക്ക് തൃപ്തി ഉള്ളവരാ വെച്ചാൽ ആദ്യം മാരാരന്നെ, അതാരാ നമ്പൂരി തന്നെ. എന്തിനു പറയണു? നമ്മുടെ രാധാകൃഷ്ണമാരാരുണ്ടായിരുന്നു കലാമണ്ഡലത്തിലെ. അദ്ദേഹത്തിന് കൊട്ടാൻ സമ്മതിച്ചില്ല. അവസാനം ഞാൻ കുഞ്ഞന്മാരോട് പോയി പറഞ്ഞു, അത് ശരിയാവില്ല കേട്ടാ. അതെന്താ കാരണം? അത് ഇപ്പൊ മാരാരാണോ അല്ലെന്ന് ഇപ്പൊ എങ്ങനെയാ അറിയാം. കോട്ടൊക്കെ അങ്ങനെയാ, നായന്മാരും വിളിക്കും. അപ്പൊ ഒരു ഉദാഹരണം, കുഞ്ഞന്മാരും മരിച്ചുപോയി. അദ്ദേഹത്തിന് എന്റെ ഗുരുവാണ് കേട്ടാ എന്നൊക്കെ മേള പറഞ്ഞത്. എന്താ ചേട്ടാ, അതിപ്പോ നമുക്ക് മുഴുവൻ വിശ്വസിക്കാം. ഇവിടെ അടുത്തൊക്കെ ഉള്ളവരാ. അപ്പൊ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ അല്ലാത്ത ഉത്സവത്തിന് വടക്കുന്നുള്ള ഏതോ ആൾക്കാരല്ലേ വന്നിട്ട് എൽത്താളം കൊണ്ടുവരുന്നത്. അതൊക്കെ അറിയില്ല, ഞാൻ കണ്ടില്ല. ഞാനും ഇവിടുത്തെ ഉദ്യോഗസ്ഥനോടത് പറഞ്ഞു. അപ്പൊ എന്നോട് മിണ്ടണ്ട, അതേ അറിഞ്ഞത്. രാധാകൃഷ്ണമാരാരും ആരാരാണ് വേണേ സംശയം തീർക്കാറ്. എന്നിട്ടാണ് കൊണ്ടുപോയി നേരിട്ട്. അപ്പം ചോദിച്ചു, അപ്പൊ ഞാൻ കേശവമാരാരാന്ന് അച്ഛൻ്റെ പേര്. ഇന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് അടിയന്തരം ഉണ്ട്. ഈ തര എന്തിനൊക്കെ നിനക്ക് ആവശ്യം? എനിക്ക് ഒരു ഇതുമില്ല, എനിക്ക് വേറെ എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കിയൊക്കെ ശരിയാണ്.
അപ്പൊ ഇനി കൊണ്ട് വഴിപാട് ഇട്ടാ എടുക്കാം. അപ്പൊ വേറൊരു ഇതുള്ളതേ, ഈ ഇതുപോലെ തന്നെ ഈ ഇപ്പൊ വരുന്ന ഒരു തലമുറയുടെ തായമ്പകക്കാരുണ്ടല്ലോ, അവർക്ക് കൊടുക്കാനുള്ള തായമ്പകയും അങ്ങ് വളരെയധികം നല്ലോണം പഠിച്ചിട്ടുള്ള ആളാണ്, പ്രയോഗിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ആ തായമ്പക കൊട്ടി വരുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ളതൊന്നുമില്ല. മനുഷ്യന് കേൾക്കാനും ആനന്ദിക്കാനും ഇതിനൊക്കെ ഉള്ളതാണ് ഈ സാധനങ്ങളൊക്കെ. കയ്യും കൂലും എന്നൊക്കെ പഴയ കാലത്ത് പറയും. അത് കൊള്ളേണ്ടടുത്ത് കൊള്ളുക, വൃത്തിയായിട്ട് ചെയ്യുക, അതൊക്കെ തന്നെ കേൾക്കാൻ. ഇന്നത്തെ സമ്പ്രദായം കരടെ വെച്ചിട്ട് അവർക്ക് ചെയ്യണവർക്ക് എന്താ വെച്ചാൽ കേൾക്കണവർക്കും എന്താ മനസ്സിലാവില്ലേ? അങ്ങനെ തോന്നാറുണ്ടോ? തായമ്പക വൃത്തിയായിട്ട് ചെയ്യാൻ ഒരെണ്ണം കൊട്ടി കുറിപ്പിങ്ങനെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്തുള്ളവരുടെയൊക്കെ ഞാൻ കേട്ടിട്ടില്ല, ഞാൻ പോകാറുമില്ല. ഞാൻ ഇപ്പോൾ കഷ്ടിച്ച് ഗുരുവായൂരമ്പലത്തിൽ കണ്ട തായമ്പഴക്കുമ്പോൾ ആകെ കഷ്ടിച്ച് ഇഷ്ടപ്പെട്ട് പോവുക. ഒന്ന് പൈക്കണ ദിവസം ബലരാമേട്ടൻ്റെ കേൾക്കാൻ പോകും. അതൊരു നല്ല തായമ്പിക. അതുപോലെ തന്നെ ഈ മട്ടന്നൂർ ശങ്കരകുട്ടിമാരായിരുന്നു, അതും കണ്ടു. പിന്നെ എനിക്ക് തായമ്പക കേൾക്കേണ്ട കാര്യം അതല്ല. പിന്നെ ഒന്നും എന്താക്കി ചെല്ല് വെറുതെ അങ്ങനെ പറയാം. അയാൾ ഇടയ്ക്ക് ഇതിൽ കാണിക്കും എന്താ ചെയ്യണത് അവർക്ക് ചെല്ലുവാ. ഈ ബാലകൃഷ്ണൻ്റെ ഒക്കെ നല്ല കയ്യും കോലുവാണേ, നല്ല സുഖമായിട്ടുള്ള മിടുക്കം എടുക്കാനാണ്. പക്ഷെ അതൊരു അടുക്കും ചിട്ടിയും സമ്പ്രദായം പോലെ ചീല് വെച്ചാൽ പടപടപട വെച്ചിട്ട് അല്ലേ ഒരു എണ്ണം. ആ ഒരു എന്താ പറയാ, അവര് മോശക്കാരാണ്. ഇന്നത്തെ എനിക്ക് പറയണത് കാലത്തിനനുസരിച്ച് അവര് നീങ്ങണം, അത്രയൊക്കെ പറയണം. അതിന് ഇത്ര റുപ്യ, അതാണ് ഏറ്റവും കേരളം. അതിന് 50,000 ഇപ്പൊ ബാലകൃഷ്ണൻ താഴമ്പേക്ക് 25,000 റുപ്യ അങ്ങോട്ട് കാളിലുണ്ടായിട്ടല്ലേ. നമുക്ക് അത്ര പറഞ്ഞിട്ടുമില്ല, പറയൂല. ഇപ്പോഴും നമുക്ക് കാശ് പറയാൻ തയ്യാറില്ല. ഞാൻ പറയില്ലല്ലോ, ഇന്ന് ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഇനി ജീവിതത്തിലെ അങ്ങേക്ക് ഇത്ര കാലത്തിൻ്റെ ഇടയ്ക്ക് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങൾ എന്തൊക്കെയാണ്? ഈ പുരസ്കാരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അത് എല്ലാവരും കൂടി നാട്ടുകാരെ കൂടി ഒരു പുരസ്കാരം എന്നുണ്ട്. അത് വളരെ ഏറ്റവും വലിയ സന്തോഷം. അതെ, ഏറ്റവും വലിയ ഇതായി അത് കിട്ടിയല്ലോ. അത് പരമാവധി ആർഭാടായിട്ട് ഗോപിയാശാൻ, ചങ്ങരകുട്ടിമാരാര്, കുട്ടന്മാരാര്, എൻ്റെ മറ്റേ സ്വന്താനിയൻ പോലെ ഞാൻ കൊണ്ടുനടക്കണ ഉണ്ണീഷൻ, അതൊക്കെ ഒരു കൂടി ശ്രമിച്ചിട്ട് എനിക്ക് കിട്ടിയത്. അതെനിക്ക് വളരെയധികം സന്തോഷം. പിന്നെ എനിക്കൊരു മനസ്സിലുണ്ടായിരുന്ന എല്ലാവർക്കും കിട്ടി, ജൂനിയർമാർക്കൊക്കെ അനിയന്മാർക്കൊക്കെ കിട്ടി കലാമണ്ഡലത്തിലെ അവാർഡ്. വേറെ ബാക്കി കിട്ടുന്നില്ലല്ലോ, എന്താ തരാത്ത എന്നിങ്ങനെ ചോദിച്ചു. എനിക്ക് വേണ്ടപ്പെട്ട 1-2 ആൾക്കാരോട് ഇനി പറഞ്ഞില്ല, അവരോട് ഇവിടെയുള്ളവരൊക്കെ പറഞ്ഞു ഒന്ന് പറഞ്ഞു നോക്കുവോ, പറഞ്ഞിട്ടാണോ കിട്ടണ്ടേ? അതിപ്പോ അങ്ങനെ തന്നെയാണ്. ചിലവരൊക്കെ ഇഷ്ടമുള്ളവർ പറഞ്ഞപ്പോൾ അതും ദൈവാധീനം കൊണ്ടും തന്നെ വയ്ക്കുക. ചിലവരൊക്കെ അത്യാവശ്യമുള്ളവരൊക്കെ പറഞ്ഞു, പിന്നെ ആളെന്ന് പറയാൻ പാടില്ല. അപ്പൊ അതും വലിയൊരു പുരസ്കാരം. പിന്നെ എനിക്ക് അത് 2ഉം കിട്ടിയപ്പോൾ ഇനി 3ാമതൊന്നും കൂടി കിട്ടിയാൽ ഇല്ല ഇങ്ങനെ തോന്നി. എന്താ 3ാമത് കിട്ടിയെന്ന് തോന്നിയറിയോ? കലാസാഗർ പുരസ്കാരം. ഞാൻ അദ്ദേഹത്തിനെ ശരിക്കും ഭഗവാനെ എല്ലാവർക്കും കൊണ്ടുപോകണു. കോട്ടക്കില പ്രസാദവും അവരും മരമണ്ണിയും കിരമണ്ണിയും ഇടയിലൊക്കെ ഞാനാണ് നല്ല എൻ്റെ പൊതുകലാശാല എന്നെ ഒരു പ്രാവശ്യം. അപ്പൊ ഞാനൊരു വിജേഷനോട് വിളിച്ചു. അയ്യോ, വിജേഷനോട് വിളിച്ചു പറഞ്ഞു ക്ഷമ കേട്ടിട്ട്, വിജേഷനാ കണ്ട ആൾക്കാർക്കൊക്കെ കൊടുക്കണം, എന്നെ ശ്രദ്ധിച്ചൂടെ? അതോ ഞങ്ങളൊന്നല്ല അതിൻ്റെ ആൾക്കാർ, വെള്ളിന് ആനന്ദൻ അങ്ങനെ ഒക്കെ എനിക്ക് തരണമെന്നുണ്ട്. അവനാൾ സൂത്രക്കാരനല്ലേ, ആയിക്കോട്ടെ ആ മതി അതുകൊണ്ട് വെച്ചു. പിന്നെ ഒരു പ്രാവശ്യം ഇതുപോലെ എഴുതി അയക്കാൻ പറഞ്ഞു. എഴുതി അയച്ചു. 2 പ്രാവശ്യം അതിൻ്റെ മുമ്പ് എഴുതി അയച്ചു, ബെഞ്ചില്ല. പിന്നെ ഇപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ മുമ്പിലത്തെ പ്രാവശ്യം എഴുതി അയച്ചു. എന്തോ ശല്യ ഭഗവാന്റെ അനുഗ്രഹം. അത് കിട്ടിയപ്പോ ഇനി ഇതിൽ പരം ഇഹവും പരവും സ്വർഗയിക്ക് ഇനി ഒന്നും വേണമെന്നില്ല. അല്ലാതെ അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോ ഈ പാനയുടെ ചെറിയ പുസ്തകം കിട്ടിയ ഒരു പൂജക്കാരൻ, അങ്ങനെ 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. എനിക്ക് വലിയ പൈസ കിട്ടിയിട്ട് ഇതിന്റെ ഇടയിൽ ഞാനും കലാമണ്ഡലത്തിൽ ഒരാൾ പറഞ്ഞു എന്നാ കേട്ട ആളെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ആള് പറഞ്ഞത്ര ഇപ്പൊ ഫീൽഡിലൊന്നും ഇല്ല എന്നാ പറഞ്ഞു. ചത്തുപോയിട്ടൊന്നുമില്ല ഇവിടെ എന്തേ. അപ്പൊ അന്ന പോലെ അതിലേക്ക് ഈ മോഹമൊന്നുമില്ല. ഇപ്പൊ അക്കാഡമിയുടെ അവാർഡ് ഇവർക്കൊക്കെ കിട്ടി. ഞാൻ അതിന് ആശിക്കാറില്ല. എന്റെ ഇവിടുന്ന് കിട്ടാൻ വെച്ചിട്ട് എനിക്ക് കിട്ടാതെ എനിക്ക് കിട്ടാത്തത് ആരും കിട്ടും. എനിക്ക് കിട്ടിയത് മഹാഭാഗ്യം. പശുക്കൾ കണ്ട ഈ പെൻഷൻ കിട്ടി ജീവിച്ചു പോകണ്ടല്ലോ പറഞ്ഞില്ലേ, അതന്നെ മഹാഭാഗ്യം. എനിക്ക് ഇനി എന്താ എന്നെ ഭഗവാനെ വിചാരപ്പാ ഈ ഹലോഹവാസം കഴിയാൻ ഒന്ന് അനുഗ്രഹിക്കണേ. ആ ഒന്നനുഗ്രഹിക്കണല്ലേ അതില് അത്രയുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. പ്രത്യേകിച്ച് കഥകളി അറിയാം, സംഗീതം അറിയാം. ഇപ്പം തന്നെ അങ്ങനെ വരുമ്പോൾ അവിടെ ഞാൻ പറഞ്ഞില്ലേ പാടുന്നത് അറിയാം. ഞാൻ ഈ പദങ്ങളൊക്കെ ചെല്ലും, ഈ കരുണ ജൈവാനന്ദ താമസമൊക്കെ ചെല്ലും. അത് എന്നോടേ അല്ലാണെങ്കിൽ ആരോടും പറയില്ല. എൻ്റെ അച്ഛനോടും പറയും, എൻ്റെ ഗുരുനാഥന്മാരോടും പറയും. ദുഃഖം വന്നാൽ
അല്ല ഇത് ഒട്ടും ചെറിയ പുരസ്കാരങ്ങളല്ല. സ്ഥാപനത്തിന്ന് നാട്ടുകാരുടെ വക മാനസഗുരുവായിട്ടുള്ള കൃഷ്ണകുട്ടിപ്പാള പുരസ്കാരം, ഇതൊക്കെ തന്നെയല്ലേ ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ഒരു ചോദ്യം കൂടി, കുടുംബത്തിനെ പറ്റി ഒന്ന്. കുടുംബം ഞാനൊരു 22 വയസ്സിൽ കല്യാണം കഴിച്ചാണ്. അപ്പൊ എന്റെ ഭാര്യ ചെറിയ കുട്ടിയായിരുന്നു. എവിടെയാണ് അച്ഛന്റെ ഒരു ബന്ധുവിന്, അച്ഛന്റെ സ്ഥലം അവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ ഈ താണിയിലമ്പലം ഗുരുവായൂർ തന്നെ ഞങ്ങളുടെ ഏരിയ. അപ്പൊ ഈ എന്റെ അച്ചാച്ചൻ എന്ന് പറഞ്ഞ കൊമ്പത്തെ കുട്ടപ്പൻ നായരുടെ അനിയനാണ് ഈ കൊമ്പത്തെ കൊയ്നാര്. ആ കൊയ്നാരുടെ മകളാണ് എന്റെ ഭാര്യയുടെ അമ്മ. അപ്പൊ അവിടെ ഉണ്ട്, ഇപ്പൊ കൂണിക്കുമ്പോ പരിചയപ്പെടാം. അതിന്റെ മകളാണ്. അപ്പൊ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ 22 വയസ്സേക്ക് ആയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് 15 വയസ്സായിട്ടുള്ള ഒരു ആദ്യക്ക്. അപ്പൊ എത്രയൊക്കെ കൊല്ലപ്പോ ഏതാണ്ട് 48 ആയി. ഇതേവരെ എൻ്റെ ഒപ്പം നിന്നുണ്ട്. കഷ്ടപ്പാടുകളും ഞാനൊരു ഒരു കാലഘട്ടം എല്ലാവരും വീഴ്ചൊരു ഒറ്റയാനായിട്ട് മാറി. നെല്ലുവായ നാരായണനോട് പറയാറുണ്ട്, നിനക്ക് എന്താ ഉദ്ദേശിച്ചാൽ നീയൊരു ഒറ്റയാനാ, ഞാൻ എന്താ ചെയ്യണേ, ഞാൻ എല്ലാവരോടും സൗഹാർദ്ദമായിട്ട് പെരുമാറുന്ന ആളാണ്. അപ്പം എൻ്റെ ഒപ്പം എൻ്റെ എല്ലാ ദുഃഖങ്ങളിലും ഒപ്പം നിന്ന് ഇന്ന് ഈ നിലയിൽ നിർത്തിയത് ആ ഒരു എന്തായാലും ഞാൻ പറയേണ്ട വെച്ചല്ലേ ഭഗവതിയാണ്, അല്ലെങ്കിൽ ആരാച്ച അതന്നെയാണ്. ഒരു തെറ്റൂല്ലേ. മക്കളൊക്കെ മക്കൾ മൂത്താള് എനിക്ക് 40 മക്കളാ, 3 ആൺകുട്ടികളാണ്. സത്യം ശിവൻ സുന്ദരം, വിഷ്ണു ബ്രഹ്മ വിഷ്ണു മഹേശ്വര, സ്വർഗം ഭൂമി പാതാളം, കടുക്കാൻ നെല്ലിക്കാതെ ആണ് തരം. അപ്പോൾ ഇത് ആ മൂത്താള് മേളം കൂട്ടും. ഇപ്പൊ അവരുടെ പാനപൂജ ചെയ്യും. അയാള് നാരായണങ്ങര താഴത്തേക്കാവിലെ പൂജക്കാരനാണ്. പിന്നെ അയാള് വേലൂരിന്നാണ് കല്യാണം കഴിച്ചേക്കണേ. അയാള് തിരക്കടില്ല, മൂന്നഴിക്കാൻ പാടുള്ള ഓർത്തുന്നതാണ്. അപ്പൊ അയാൾക്ക് അവർക്ക് 2 ആൺകുട്ടികൾ. അവർക്ക് രണ്ടാമത്തെ ആള് ബാങ്കിലാണ് ഒരു ജോലിയുണ്ട്, ഇവിടെ ഈ കോർപ്പറേഷൻ ബാങ്കില് അതിൽ ജോലിയുണ്ട്. അപ്പൊ അയാൾ എൻ്റെ കൂടെയുണ്ട്. അയാൾ ഗുരുവായൂരാ, ചിലപ്പോൾ പുണ്ണാൻ വരും. അയാളെ ഭാര്യ അവിടെ ഒരു ലോഡ്ജിൽ അത് ചെയ്യുന്നുണ്ട്. അവന് മൂന്നാമത്തെ ആള് ചെറുതുരുത്തിയിലുണ്ട്. അവർക്കും കുട്ടികൾ ഒക്കെ ഈ 2 ആൺകുട്ടികളാ. എനിക്ക് സ്ത്രീകളില്ല, എനിക്കും ഇല്ല, മക്കൾക്കും ഇല്ല. എനിക്ക് ഒരു പെൺകുട്ടി ഉണ്ടാവുന്ന മോഹമൊക്കെ ഉണ്ടായിരുന്നു, ഉണ്ടായില്ല. ഇപ്പൊ ഞാൻ മൂന്നാമത്തെ ആള് ചെറുതുരുത്തിയിൽ ആ ഒരു നീളാബാറില്ലേ, അതിൽ കുറെ കാലമായിട്ട് ഒരു മാനേജറാ. അയാളെ ഭാര്യ കലാമണ്ഡലത്തിൽ ഓട്ടംതുള്ളലിന്റെ ടീച്ചറായിരുന്നു, ടെമ്പററി ടീച്ചർ. കുറി കിട്ടിയെന്ന് എനിക്ക് അറിയില്ല. ശരി, അദ്ദേഹം അവിടെ തന്നെ താമസിക്കുന്നു, വാടകയ്ക്ക് താമസിക്കും. പിന്നെ പെങ്ങന്മാര് എത്ര? പെങ്ങന്മാര് 5 ആളാണ്. അത് എല്ലാവരും ഇപ്പൊ ഉണ്ട്. ഞങ്ങൾ 6 ആമക്കളായിരുന്നു. അല്ല ഒരാള് ബാക്കി 5 ആളും അനിയന്മാരാണ്. എന്റെ മീതെ പെണ്ണ് സരസ്വതി. അതെ, അല്ല ആൺമക്കളിൽ മീതെ രാജേട്ടൻ, ഞാനാണ് ഏറ്റവും മൂത്ത ആളാണ്. അഗ്രേജനീതു ഒന്നാമൻ. അപ്പോ രാജേട്ടാ വളരെ നന്ദിയുണ്ട്. എന്തായാലും രാജേട്ടന്റെ കലാജീവിതത്തിനെ കുറിച്ചിട്ട് വളരെ വിശദമായൊരു അഭിമുഖമാണ് ഇപ്പോൾ നടന്നത്. അപ്പോൾ പല കാര്യങ്ങളും നമുക്കും പ്രേക്ഷകർക്കും ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇത്രയധികം അനുഭവ സമ്പത്ത്, അല്ലെങ്കിൽ പ്രവൃത്തി എടുത്തതിൻ്റെ കുറേ കാര്യങ്ങൾ, അധ്യാപകനായിരുന്നതിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ എല്ലാ നിലയ്ക്കും പാന ആ പ്രവൃത്തിയുടെ വിവിധ വശങ്ങൾ, അതിൽ രാജേട്ടൻ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ, അങ്ങനെ എല്ലാ മേഖലയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടന്നത്. അതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. എന്തായാലും രാജേട്ടൻ്റെ ജീവിതം വളരെ ധന്യമായൊരു ജീവിതമാണ്. എന്തുകൊണ്ടും ദുഃഖിക്കില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അവനവനെ ആഗ്രഹിച്ച കാര്യങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ദിക്കുകളിൽ നിന്നുള്ള പുരസ്കാരങ്ങൾ, പിന്നെ നല്ലൊരു കുടുംബം, സർവോപരി ഗുരുവായൂരപ്പൻ്റെയും തിരുവങ്കടത്തെ തേവരുടെയൊക്കെ അനുഗ്രഹം, ഭഗവതിയുടെ ഒക്കെ അനുഗ്രഹം എല്ലാം രാജേട്ടന് വേണ്ടോളുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ഒരു നിരാശപ്പെടേണ്ട യാതൊരു കാര്യവും രാജേട്ടന് ഉണ്ടായിട്ടില്ല. ഇത്രയധികം അനുഭവ സമ്പത്ത് മാത്രം പോരെ. എന്തായാലും വളരെ വളരെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. ഇതിപ്പോ ഇതിൽ ചെറുതായിട്ട് വിട്ടുപോയിട്ടുണ്ട്, എങ്കിലും അത് പറയാം. നന്നായി സായമ്പ ചെയ്യണ ആളാണ് ഞാൻ ഉണ്ടായത്. അത് ഇപ്പോഴും ചെയ്യാറുണ്ട്. അത് ഗുരുനാഥനൊന്നുമില്ല, കേശവപൊതു. ആദ്യം ഞാൻ ആ വില്ലുമ്പ തായമ്പ കാണുന്നത് ആലിപ്പറമ്പ് കൃഷ്ണപൊതുവാണ്. പിന്നീട് ഞാൻ കേശവേട്ടൻ്റെ അടുത്താണ് കാണുന്നത്. പിന്നെ ഞാനത് സ്വന്തമായിട്ട് ഉണ്ടായിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം എന്താ പ്രശ്നം, ഈ കയ്യിൻ്റെ ഒരു പ്രശ്നം കാരണം അത് ഞാൻ ചെയ്യാറില്ല. നിവൃത്തിയില്ല വെച്ചാൽ ചെയ്യാം. അത് ഇടയ്ക്ക് ശ്രുതിയൊക്കെ ചേർത്തിട്ടാ, മൈക്കൊക്കെ പിടിച്ചിട്ടാ, അത് കൂടി ചെയ്യും. എൻ്റെ ഇടയിൽ അവിടെ കട്ടെ. അങ്ങേടെ ഒന്ന് പറയാം, അങ്ങനെ ഇന്നലെ കാണാൻ തുടങ്ങിയതല്ല. ഈ കഥകളി ക്ലബിന്റെ കുറെ അവസരം എനിക്ക് തന്നിട്ടുള്ള ആളാണ്
അപ്പൊ അങ്ങ് പിന്നെ കാണിപ്പയ്യൂര ഭാഗത്താണ് ഇല്ല പേര് പോർക്കുളത്താണ്, കുഴിക്കാട്. കുഴിക്കാടാണ്. വളരെ ബന്ധമുള്ള ആളാണ്, രാജനെ കുറിച്ച് വളരെ ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ അങ്ങ് എന്തെങ്കിലുമൊക്കെ ഒന്ന് എന്നോടും പറയാ, എനിക്കൊന്നും കേൾക്കണല്ലോ, എനിക്ക് കേൾക്കാൻ താല്പര്യം. എന്താക്കിയാലും പ്രത്യേകിച്ച് ജോലിയൊന്നും നല്ല ആസ്വാദകനാണ്. അതറിയില്ല, കളി കാണാൻ ഒരു പ്രാന്തുണ്ട്, സത്യം. കൊറേ പ്രാന്തായിട്ട് നടന്നുണ്ട്. അറിവിന്റെ കാര്യമൊക്കെ അത്രയൊന്നും ഇല്ല, അതും മാത്രമേ ഉള്ളൂ. പിന്നെ കുറേശ്ശെ അങ്ങനെ മ്യൂസിക് ഒക്കെ കേൾക്കും, അത്രയൊക്കെ തന്നെ പറയുള്ളൂ. അങ്ങ് ഇവിടെ വന്ന വഴിക്ക് തന്നെ പറഞ്ഞത് അതൊരു അറിവല്ലേ. പിന്നെ നമുക്കറിയാലോ അങ്ങ് ഇവരെല്ലാരും കൂടി നടത്തുമ്പോ അങ്ങ് അതിന്റെ ഒരു മെയിൻ ആളായിരുന്നു. ഞാൻ എൻ്റെ പേര് പ്രദീപാണ്, അറിയുണ്ടാവില്ലോ, എന്താ അറിയാമെന്ന് പറയും ചെയ്തു. എന്നാലും ഞാൻ മൊത്തം ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. കുഴിക്കാട് എന്നാണ് ഇല്ല പേര്, പോർക്കുളം, കുന്നംകുളത്തടുത്ത്, അവിടെയാണ് താമസം. അച്ഛൻ മരിച്ചുപോയി, അമ്മയും മരിച്ചു. അച്ഛൻ ബാങ്കിലായിരുന്നു, കനറ ബാങ്കിലായിരുന്നു. പിന്നെ ഒരു സഹോദരി ഉണ്ട്, അവരുടെ മാരേജൊക്കെ കഴിഞ്ഞു. പിന്നെ എൻ്റെ വൈഫ്, ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് പാറക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ്, മറ്റേ മൂഴിക്കുളം അടുത്ത്, എറണാകുളം. ആ 4 അമ്പലമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ എന്താ മൂഴിക്കുളം അമ്പലത്തിൻ്റെ അടുത്ത് പാറക്കടവ് എന്ന് പറഞ്ഞൊരു അവിടെ നിന്നാണ് മാരി ചെയ്തേക്കണേ. രണ്ടാളും സ്വസ്ഥാണ്, ജോലിയൊന്നും ഇല്ല രണ്ടാൾക്കും. അപ്പോൾ എന്താ ഒരു കാലത്ത് ഇങ്ങനെ കുറേ കഥകളികൾ കണ്ട് നടന്നായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതാണിപ്പോൾ ഒരു എന്തെങ്കിലും ഇവിടെ വന്നിരിക്കാൻ തന്നെ അതാവും പറ്റിയിട്ടുണ്ടാവുക, അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല. അറിവൊന്നുമില്ല, കളിപ്രാന്ത് എന്ന് പറയാം, ഒരു പ്രാന്തൻ, കഥകളി പ്രാന്തൻ അത്ര പറയാണ് ശരിയുള്ളൂ. മറ്റൊന്നും വേറെ ഒന്നിലും ഒരു അർത്ഥമില്ല. പിന്നെ കച്ചേരി കേൾക്കാൻ നല്ലോണം ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ 86-ലാണ് കലാചേതന എന്ന് പറഞ്ഞ കഥകളി ക്ലബ്ബ് തുടങ്ങിയത്. അന്നാണ് ആദ്യമായിട്ട് ഈ കഥകളി സംഘാടന ഇതിൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു തുടങ്ങിയത്. അതിനുശേഷം തൃശ്ശൂർ വേദിക എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ടായിരുന്നു. അത് കോട്ടയം കഥകളൊക്കെ ഡോക്യുമെൻ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട് വേദിക. അതിലും കുറച്ച് കാലം അതിലും ആ കാലത്തൊക്കെ ഡോക്യുമെൻറ്റേഷൻ്റെ കാലത്തൊക്കെ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ആ കാലങ്ങളിൽ കേട്ടോ, എന്താ പറയുക, കോട്ടക്കൽ ശിവരാമൻ്റെ ഷഷ്ടിമൂർത്തി, രാമകൃഷ്ണൻ്റെ സപ്തതി തുടങ്ങിയിട്ടുള്ളതിലൊക്കെ ചെറിയ നിലയ്ക്കൊക്കെ രാജാനന്ദൻ്റെ ഒരു ഇതിൽ അവിടെ ട്രസ്റ്റ് നടത്തിയിരുന്നൊരു പരിപാടികൾക്കൊക്കെ നമ്മുടെ ഒരു ചെറിയ അദ്ദേഹത്തിൻ്റെ ഒപ്പം അങ്ങനെ നടക്കുക, അങ്ങനെ ഉണ്ടല്ലോ, പിരിക്കാൻ പോവുക, അങ്ങനെയൊക്കെ ഒരു ചെറിയ പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഒരു 20 കൊല്ലമൊക്കെ ആയിട്ട് ഒരു ഗ്രഹവിനിക എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ഒരു സംഭവം നടത്തുന്നുണ്ട്. 4 പരിപാടിയാണ് ഒരു വർഷം 3 മാസം കൂടുമ്പോൾ ഒരു പരിപാടി. അതിപ്പോൾ 83 പരിപാടി ഇതപ്പോൾ കഴിഞ്ഞ ആഴ്ച 21-ാം തീയതി ആയിരുന്നു അവസാനത്തെ പരിപാടി. അതും കൂടി കഴിഞ്ഞു, അടുത്തത് 84-ാമത്തെ പരിപാടി വരാൻ പോകുന്നു. അതെങ്ങനെയൊക്കെയോ അങ്ങനെ ആസ്വാദകരുടെയൊക്കെ ഒരു ഇതുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ കുറേശ്ശെ എന്താ പറയുക ഇൻവോൾവ് ചെയ്യാറുണ്ട് നമ്മൾ, ഒരു സംഘാടന ഇതിലുണ്ടാവാറുണ്ട്. അപ്പോൾ പിന്നെ കുന്നംകുളം കഥകളി ക്ലബ്ബ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. PK ശ്രീരാമനാണ് അതിൻ്റെ പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം അതിൽ പ്രവർത്തിക്കാൻ സാധിച്ചു. പിന്നെ കുട്ടൻ, കാണിപ്പേര് കുട്ടൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഒരു എന്താ പറയുക, കലാചേതനയൊക്കെയുള്ള കാലത്തുള്ളൊരു ബന്ധമാണ്. അതിപ്പോഴും ഞങ്ങൾ എല്ലാ പ്രവർത്തന മേഖലയിലും ഞങ്ങൾ ഒപ്പം നടക്കുന്നുണ്ട്. കുട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു വല്ലാത്തൊരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. അതിപ്പോഴും ഇങ്ങനെ തുടർന്ന് അറിയും. അപ്പൊ അത് അപ്പോൾ അങ്ങനെ കുട്ടനായിട്ടും വളരെ എന്താണ്, ഇപ്പോൾ കുട്ടനോടൊക്കെ കൂടി ചേർന്ന് വന്നിട്ടാണ്, കുട്ടനാണ് അതിൻ്റെ സെക്രട്ടറി ഒക്കെ. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഇപ്പോഴും ഇവിടെ കുന്നംകുളത്ത് ക്ലബിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു പിന്നെ കളിപ്രാന്ത് കുറേ കാലത്ത് അവിടെയും ഇവിടെയൊക്കെ കളി കൊണ്ട് നടന്ന് കണ്ടിട്ടുണ്ട്. ആലപ്പുഴയും കോട്ടയവും മണ്ണാർക്കാടും ചെർപ്പശ്ശേരി, അങ്ങനെ ഒരു കാലം. അതൊക്കെ ഒരു തരം പ്രാന്തിൻ്റെ മുകളിൽ പോയൊരു കാലം. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. വേറെ ഇപ്പം അതിലൊരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഞങ്ങളിവിടെ പീശപ്പള്ളി രാജീവിനെ ആദരിക്കുന്ന ഒരു രംഗരാജീവം എന്ന് പറഞ്ഞിട്ടൊരു 3 ദിവസത്തെ പരിപാടി കുന്നംകുളത്ത് സംഘടിപ്പിച്ചു. അതിനും ഒരു ഭാഗവക്കാവാൻ പറ്റി. VK ശ്രീരാമനെ ഒരു ആദരിക്കലുണ്ടായിരുന്നു, അതിനും ഭാഗവക്കാക്കാൻ പറ്റി. ഇപ്പം ഏറ്റവും അവസാനം ഗോപിയാശാനെ കുന്നംകുളം ക്ലബ്ബ് ഒരു ആദരിക്കലുണ്ടായി. അതും ഒക്കെ അങ്ങനെ എന്താ പറയുക, കുട്ടൻ്റെയും ഇവരെയൊക്കെ പുറംതൊട്ട് നിൽക്കുക, ശ്രീരാമൻ്റെയൊക്കെ പുറംതൊട്ട് പ്രവർത്തിക്കാനുള്ളൊരു ഒരു ഭാഗ്യം തന്നെ പറയാനത് സാധിച്ചിട്ടുണ്ട്. അത്രയ്ക്കാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളൂ. വേറെ പരിപാടി ജോലികളൊന്നുമില്ല, വീട്ടിലെ പരിപാടി പോർക്കുളത്ത് താമസിക്കും.
പിന്നെ ഇപ്പൊ ശ്രീശോരം സെറ്റിൽ കുറേശ്ശെ വിളമ്പാൻ പോകും തുറന്നു അങ്ങനെയൊക്കെയുള്ള പരിപാടി അതൊക്കെയാണ് നമ്മുടെ ഒരു അപ്പൊ വളരെ വളരെ സന്തോഷം രാജേട്ടൻ, വളരെ സന്തോഷം. അതിനേക്കാൾ ഞങ്ങൾക്കാണ് സന്തോഷം. കാരണം രാജേട്ടനെ പോലെയുള്ള ഒരാളായിട്ട് ഇത്ര നേരം സംസാരിക്കാനും രാജേട്ടന്റെ കുറെ അനുഭവങ്ങളും എല്ലാം മനസ്സിലാക്കാനും സാധിച്ചുല്ലോ. വളരെ വലിയൊരു ഇന്റർവ്യൂ തന്നെയായിരുന്നു ഇത്, അഭിമുഖം തന്നെയായിരുന്നു. എന്തായാലും അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യം തന്നെയാണ്, വലിയ സംശയമില്ല. അപ്പോൾ അത് എന്താ പറയാ, ഉണ്ണിശേട്ടനാണ് അതിൻ്റെ ഒരു ഇത് ചെയ്യണത്. അപ്പൊ ഉണ്ണിശേട്ടൻ കുറേ കലാകാരന്മാരുടെ ചെണ്ട കലാകാരന്മാരുടെ ഇതേമാതിരിയുള്ള ഇന്റർവ്യൂകളും അനുഭവങ്ങളും ഒക്കെ ശേഖരിച്ചു വെക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ്, സംശയമില്ല. അപ്പൊ അത് വലിയൊരു കാര്യമാണ്. ഈ ഉണ്ണീഷൻ അത് ചെയ്യാനുള്ള ഒരു മനസ്സാക്ഷി ഞാൻ മുമ്പേ തൊട്ട് മുമ്പ് എല്ലാത്തിനും മിട്ടുക്കണാണെന്ന് പറഞ്ഞില്ലേ ഞാൻ. ഉണ്ണിശേട്ടൻ അത് സൂചിപ്പിക്കേണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞതാണ്. പക്ഷെ അതല്ല, നമുക്കത് തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ് ചെയ്യണം. ആയിക്കോട്ടെ, കൈകൾ നമ്മൾ മറക്കാൻ പാടില്ല. നിങ്ങൾക്ക് രണ്ടാൾക്കും അങ്ങയ്ക്കും ഉണ്ണീഷനും ദീർഘായുസ് ആയുഷ്മാൻ ഇതായിട്ട് ഞാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നുണ്ട്.